Good evening, one and all present here. It is indeed a great honor to be your host for the day. I extend a warm welcome to all who are present here to attend the session Linking through LinkedIn. As a representative of everyone here, let me welcome our resource person, Mr. Gaurav Krishnanandu, Head of Project Market and Customer Success at Code of Duty Innovations. So without much delay, I would like to hand over the section to Gaurav, sir. Over to you, sir. Hi, can you hear me? Yes, sir. Yeah, thank you so much. Thank you for having me in. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഒന്ന്, I'm not very prepared. ഞാൻ ഒരാഴ്ചയായിട്ട് കോവിഡൊക്കെ പിടിച്ച് കിടക്കാം. അപ്പൊ അതിന്റെ പോസ്റ്റ് കോവിഡിലാണ് ഇപ്പോഴും. അപ്പോൾ I could not prepare that much. So എപ്പോഴെങ്കിലും ഇത്തിരി like people who have heard me for 1 or 2 times ഞാൻ റിപ്പീറ്റേറ്റീവ് ആയിട്ട് തോന്നുവാണെങ്കിൽ just bear with me. രണ്ടാമത്തെ കാര്യം, like let's make this interactive. അപ്പോൾ ഞാൻ എൻ്റെ what I'm trying to do is എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ I will streamline everything ഒരു half an hour I'm going to tell you guys. അത് കഴിഞ്ഞ് I would want you guys to ask me questions. അതായിരിക്കും കുറച്ച് കൂടുതൽ നമുക്ക് വേണ്ടത്. അപ്പോൾ make sure you ask a lot of questions. അങ്ങനെ നമുക്ക് പഠിക്കാനും പറ്റത്തുള്ളൂ. And okay. Sorry, yeah. അങ്ങനെ നമുക്ക് പഠിക്കാനും പറ്റത്തുള്ളൂ. അങ്ങനെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യാം. മൂന്ന്, ഞാനിപ്പോ 2 ഡിവൈസിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞ് ക്യാമറ ഓഫ് ആക്കും, എന്റെ ലാപ്ടോപ്പിലേക്ക് ഞാൻ മാറും. സോ ഐ വിൽ ഷെയർ മൈ സ്ക്രീൻ. ആദ്യം ഞാനൊരു 3 ടൈപ്പ് ആയിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. The first thing is what is LinkedIn. അപ്പൊ ഇത് എനിക്ക് അറിയത്തില്ല. I'm not sure what is the composition of people who are attending this meeting. അതുകൊണ്ട് നമുക്ക് തുടക്കത്തിൽ എന്താ LinkedIn എന്ന് പറഞ്ഞ് തുടങ്ങാം. And then we'll move to ഈ ഒരു നല്ലൊരു പ്രൊഫൈൽ എങ്ങനെ ബിൽഡ് ചെയ്യാം, ടിപ്സ് എന്തൊക്കെയായിരിക്കും, how do you write things out, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. The third thing that we are going to go through, which is I think the most important thing, is content creation in LinkedIn and how do you get connections, how do you build connections in LinkedIn. ഇത് 3 ആയിരിക്കും. ഞാൻ I will go through 1 and 2 very quickly. 3 നമുക്ക് ഇത്തിരി സമയം എടുത്ത് ഡിസ്കസ് ചെയ്യാം. And I would want you guys to ask a lot of questions. കാരണം ഞാൻ നിങ്ങളുടെ അത്രയും I was just 3-4 years senior ആയിരിക്കും. And I was just started out also. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ഇപ്പോ ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ ആസ്ക് മീ ആഫ്റ്റർ ദി മീറ്റിംഗ് ഇസ് ഡൺ. ഒന്നുമില്ല, നിങ്ങൾക്ക് അതും മടിയാന്നുണ്ടെങ്കിൽ റീച്ച് ഔട്ട് ടു മീ ഇൻ ലിങ്ക്ഡിൻ പ്രൊഫൈലാണ് കാണാൻ പോകുന്നത്. അപ്പോൾ റീച്ച് ഔട്ട് ടു മീ ഇൻ ലിങ്ക്ഡിൻ ആൻഡ് ലെറ്റ്സ് കണക്ട് ആഫ്റ്റർ ദ കോൾ ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. ഇഫ് ദർ ഇസ് ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് തുടങ്ങാം. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ഫോൺ വീഡിയോ ഓഫ് ചെയ്യുക, ഞാൻ ലാപ്ടോപ്പിൽ ഷെയർ ചെയ്യുകയാണ്. ഓക്കെ. Yeah, I hope my screen is visible right now. Yes. Okay, so let's start. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ എന്താ ലിങ്ക്ഡിൻ? ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ഇയർ, സോറി, ഓക്കെ, ഇതിനകത്ത് ബാക്കി എല്ലാവരും ഒന്ന് ഓഡിയോ മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഡൗട്ട് ചോദിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കൊരു ഡൗട്ട് വരരുത്. ഓക്കെ, സോ ദ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, വാട്ട് ഇസ് ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഞാനത് ആക്ച്വലി ഒരു 1 year before I started ലിങ്ക്ഡിന്റെ കോഴ്സസ് എടുത്ത് തുടങ്ങിയപ്പോൾ I was searching in Google and I was searching throughout, and ലിങ്ക്ഡിന്റെ എന്താണ് പോസിറ്റീവ്സ്, എന്താ വാട്ട് ഇസ് ദ യൂസ് ഓഫ് ലിങ്ക്ഡിൻ എന്നൊക്കെ അന്വേഷിച്ച് തുടങ്ങി. ആൻഡ് വി ഹാഡ് എ സെഷൻ ഓൺ ലിങ്ക്ഡിൻ ഓൾസോ വേർ വൺ ഓഫ് മൈ സീനിയേഴ്സ്, ഞാൻ പഠിച്ചത് മാർ ബെസീലിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗില്, തിരുവനന്തപുരം. അപ്പോൾ വൺ ഓഫ് മൈ സീനിയേഴ്സ് ഇൻ ബെസീലിയസ് ഹു യൂസ് ടു വർക്ക് ഇൻ ലിങ്ക്ഡിൻ, ഷീ വർക്ക്ഡ് ഇൻ ലിങ്ക്ഡിൻ ഫോർ 2 years, joined it. അപ്പൊ ആ ഒരു സെഷന്റെ ആഫ്റ്റർമാത്ത് കാരണം അതല്ലാണ്ട് ഞാൻ പഠിച്ച കുറച്ച് കാര്യം വെച്ച് ലിങ്ക്ഡിൻ ഇസ് വേർ ദ മണി ഇസ് എന്നാണ് പറയുന്നത്. സോ റൈറ്റ് നൗ ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം, ലോട്ട് ഓഫ് ഗുഡ് കമ്പനീസ് ഇൻ ഇന്ത്യ ആർ റിക്രൂട്ടിംഗ് ത്രൂ ലിങ്ക്ഡിൻ. ഇപ്പൊ ഈ യൂഷ്വലി 2-3 വഴികളുണ്ട്. ഒന്ന് മാസ് റിക്രൂട്ട്മെന്റ് എന്ന് പറയും, ദാറ്റ് ഇസ് വെൻ യു ആർ പാസിംഗ് ഔട്ട്. അപ്പൊ നിങ്ങൾ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ചെയ്യുമ്പോൾ ഇൻഫോസിസ്, TCS തുടങ്ങിയ കുറച്ച് കമ്പനീസ് വന്ന് ദേ റിക്രൂട്ട് ഡയറക്ട്ലി ഫ്രം യുവർ ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയിട്ട്. അതല്ലാണ്ട് വൺസ് യു ഫിനിഷ് സ്റ്റഡിങ്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ജോബ് എന്ന് പറയുന്ന ആ ചേഞ്ച് ഹാപ്പൻസ് ഇൻ 2 ways. One is when you apply in sites, naukri.com, job seeker, അങ്ങനത്തെ കുറച്ച് monster.com എന്നൊക്കെ പറഞ്ഞ കുറച്ച് സൈറ്റ്സ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾ കയറി ഈ അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ കമ്പനീസിന്റെ, ഒരു മിനിറ്റ്, 1 second, എക്കോ അടിക്കുന്നുണ്ടോ ആർക്കെങ്കിലും, or is that okay? Okay, It's fine.
Okay. അപ്പോൾ നിങ്ങൾക്ക് monster.com അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയി നിങ്ങൾ കയറി അപ്ലൈ ചെയ്യേണ്ടി വരും. That's where companies advertise their job openings, and then you go and apply to these sites. So what is happening inside LinkedIn is trying to eliminate all those websites. ലിങ്ക്ഡിന്റെ നമ്പർ 1 കോമ്പറ്റീറ്റേഴ്സ് ആയിരിക്കുന്ന ഈ വെബ്സൈറ്റ്സിനെ ലിങ്ക്ഡിൻ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐ തിങ്ക് റൈറ്റ് നൗ മോസ്റ്റ് ഓഫ് ദീസ് കമ്പനീസ് ആർ റിക്രൂട്ടിംഗ് ഡയറക്ട്ലി ഫ്രം ലിങ്ക്ഡിൻ. ഇപ്പൊ ലിങ്ക്ഡിനകത്ത് കയറി തന്നെ ദർ ഇസ് എ സെക്ഷൻ കോൾ ജോബ്സിനകത്ത് കയറി നോക്കുമ്പോൾ തന്നെ യു സി ബിഗ്ഗസ്റ്റ് കമ്പനീസ് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്സ്, പുതിയ ടെക്നോളജി. അതായത് ഇഫ് ഇറ്റ്സ് ഇൻഫോസിസ് പോലത്തെ കുറച്ച് കമ്പനീസ് ഒഴികെ ബാക്കി എല്ലാ കമ്പനീസ് ആർ ആക്ടിവ്ലി റിക്രൂട്ടിംഗ് മോസ്റ്റ് ഓഫ് ദിയർ ജോബ് പൊസിഷൻസ് ത്രൂ ലിങ്ക്ഡിൻ. അപ്പൊ ലിങ്ക്ഡിനകത്താണ് അവരിപ്പോ റിക്രൂട്ട് ചെയ്യുന്നത് ഡയറക്റ്റ്. ആൻഡ് ലിങ്ക്ഡിൻ ഹാസ് എ ലോട്ട് ഓഫ് മോഡ്യൂൾസ് വിച്ച് ക്യാൻ ഹെൽപ്പ് യു ഡു ദാറ്റ്. നിങ്ങൾക്ക് യു ക്യാൻ ഡയറക്ട്ലി അപ്ലൈ ഇൻ ലിങ്ക്ഡിൻ. അല്ലാണ്ട് നിങ്ങൾക്ക് റെസ്യൂം വെച്ച് അപ്ലൈ ചെയ്യാം, നിങ്ങളുടെ ലിങ്ക്ഡിൻ ഇത് വെച്ച് അപ്ലൈ ചെയ്യാം, പ്രൊഫൈൽ വെച്ച് അപ്ലൈ ചെയ്യാം. ദർ ആർ ലോട്ട് ഓഫ് വേസ് ടു ഡു ദാറ്റ്. So why should you be in LinkedIn എന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇസ് LinkedIn is where the job and the money is going to be. And second of all, I work in an area where I work in marketing. അപ്പൊ I work in sales and marketing, and I directly sell to companies. ഞാനൊരു B2B marketing ആണ്. അപ്പൊ my company sells my company's products directly to companies. ഒരു B2B, അതായത് if I am trying to get the attention of a company, the best way to do it is through LinkedIn. Because there is no other space where companies come. There is no other space where professionals come in. Because Gaurav Krishnanandu, if I am coming into LinkedIn, I am coming to LinkedIn because I want to see some professional related. I want to see something work related. But എനിക്ക് work related advertisements sell ചെയ്യാൻ പറ്റുന്ന വേറെ സ്ഥലമില്ല. Because Instagram ആണെങ്കിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു ജനറൽ യൂസർ ഒരു പാറ്റേൺ എടുത്ത് നോക്കിയാൽ ഇറ്റ്സ് എ പ്ലേസ് വേർ യു ഗോ ആഫ്റ്റർ വർക്ക് ഇസ് ഡൺ. നമ്മുടെ റിക്രിയേഷണൽ അല്ലെങ്കിൽ നമ്മുടെ എന്റർടൈൻമെന്റിന് വേണ്ടി പോകുന്ന റീൽസ് കാണാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ വെക്കേഷൻസ്, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ വീട്ടിലെ അവസ്ഥ കാണാം. ഇറ്റ്സ് എ പ്ലേസ് വേർ യു ഗോ ആഫ്റ്റർ വർക്ക്. ഈവൻ ഫേസ്ബുക്ക് ഇപ്പൊ ഡെഡ് ആയിക്കൊണ്ടിരിക്കുക, ബട്ട് ഈവൻ ഫേസ്ബുക്ക് അല്ല, ട്വിറ്റർ ആയാലും സ്പോട്ടിഫൈ ആയാലും, ദീസ് ആർ ഓൾ പ്ലേസസ് ഫോർ റിക്രിയേഷൻ. അല്ലാണ്ട് യു കാണ്ട് എക്സ്പെക്ട് പ്രൊഫഷണൽ പേഴ്സൺ. അതായത് ഞാനൊരു ജോബ് സെന്റർ മൂഡിൽ കയറുന്ന ഏക സ്ഥലം ഇതിലുണ്ട്. അപ്പൊ ആഡ്സ് സെല് ചെയ്യാനോ, അല്ലെങ്കിൽ എനിക്കിപ്പോ എന്റെ B2B കമ്പനീസിന് ഡയറക്റ്റ് സെല് ചെയ്യാനോ പണ്ടൊക്കെ ഇമെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വഴി, ഡയറക്റ്റ് ഇന്റർവ്യൂസ്. ബട്ട് റൈറ്റ് നൗ ദർ ഇസ് എ പ്ലേസ് കോൾഡ് ലിങ്ക്ഡിൻ. ഇപ്പൊ ലിങ്ക്ഡിനാണ് നിങ്ങളൊരു ആവറേജ് എടുത്ത് നോക്കിയാൽ ഏറ്റവും ആഡിന്റെ കാശ് കൂടുതലും ലിങ്ക്ഡിനാണ്. സോ ഇറ്റ്സ് മച്ച് കോസ്റ്റ്ലിയർ, അല്ലെങ്കിൽ ഇറ്റ്സ് മച്ച് മോർ expensive to advertise in LinkedIn than any other social media page right now in the world. LinkedIn advertising ഭയങ്കര പാടാണ്. LinkedIn advertising, it's very expensive. So this is where the companies are, this is where professionals are, and 3, this is where the jobs are going to be. In another 5 to 10 years, Gopika was the person who worked in LinkedIn. Annu പറഞ്ഞ is we are going to eliminate all the other job seeking platforms. വേറെ ജോബ് സീക്കിംഗ് പ്ലാറ്റ്ഫോംസ് ഇല്ല. ആൻഡ് ലിങ്ക്ഡിൻ ഇസ് ഗോയിങ് ടു ബി ദാറ്റ് വൺ തിങ് വിച്ച് ഫൈൻഡ്സ് യു എ ജോബ്. ഒരു 10 years ആവുണ്ടല്ലെങ്കിൽ ലിങ്ക്ഡിൻ വഴി മതി നിങ്ങൾക്ക് ജോലി കിട്ടാൻ എന്നൊരവസ്ഥയാവും. യു വിൽ ഗെറ്റ് ജോബ്സ് ത്രൂ LinkedIn portals and LinkedIn profiles, and most of the work of a company's HR will be done through LinkedIn, at least job related. അല്ലെ, പേയ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും, പക്ഷെ റിക്രൂട്ട്മെന്റ് ഫേസ് വുഡ് ബി ഡൺ ത്രൂ LinkedIn. അപ്പൊ അതാണ് ഫ്യൂച്ചർ. So it's always better ഒരു 2 years, ഒരു 2.5 years വേണം നിങ്ങൾക്ക് ലിങ്ക്ഡിൻ ഒരു പ്രോപ്പർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ. ആൻഡ് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു സ്റ്റാർട്ട് വെൻ യു ആർ ഇൻ എഞ്ചിനീയറിംഗ്. കാരണം ഞാൻ എന്റെ MBA ഫസ്റ്റ് ഇയർ, MBA സെക്കൻഡ് ഇയറിലൊക്കെയാണ് ഞാൻ ലിങ്ക്ഡിൻ സ്റ്റാർട്ട് ചെയ്തത്. ഐ എം നോട്ട് ഷുവർ ഇഫ് ഇറ്റ് വാസ് ദെയർ ബിഫോർ ഓൾസോ. അത്രയ്ക്കോ അല്ലായിരുന്നു. ബിക്കോസ് ഐ ഡിഡ് മൈ MBA in 2017-19. 17 ഇത്രയ്ക്ക് ഇല്ലായിരുന്നു. ലിങ്ക്ഡിൻ വാസ് നോട്ട് ദാറ്റ് സാവി. അത്രയ്ക്ക് ആൾക്കാർക്ക് അറിയാവുന്ന ഒരു സ്ഥലം. ബട്ട് ഞാൻ എന്റെ MBA സെക്കൻഡ് ഇയർ ഒക്കെ എത്തിയപ്പോഴാണ് ലിങ്ക്ഡിന്റെ importance കൂടി തുടങ്ങിയത്. So right now you guys are in a space where most of you are in college, engineering just pass out ആയവരോ അല്ലെങ്കിൽ engineering പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. So it's the best place to start building, the best time to start building an account. So once you build an account, do 2 years, give it 2 years. Like everything, you have to give it an organic 2 years for you to get best at it. ഇപ്പൊ ഞാൻ എന്റെ പ്രൊഫൈൽ ഇപ്പൊ നിങ്ങൾ നോക്കിയാലും ഞാനിത് ബിൽഡ് ചെയ്തത് ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലും ഇപ്പൊ ഒരു പോസ്റ്റ് ചെയ്യുമ്പോൾ, ഇഫ് ഐ എം പോസ്റ്റിംഗ് സംതിങ്, ഇറ്റ് റീച്ചസ് ടു ഒരു മോർ ദാൻ ഒരു 5,000 ആൾക്കാർ എനിവേ, ആൻഡ് ഐ ഗെറ്റ് അറൌണ്ട് 80 to 100 ലൈക്സ് ആവറേജ് കിട്ടും. ദാറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് സംതിങ് ദാറ്റ് ഐവ് ബീൻ ബിൽഡിംഗ് ഫോർ 2 years. എന്റെ നെറ്റ്വർക്കും എന്റെ ഒരു ഗൗരവം എന്തെങ്കിലും പോസ്റ്റ് ചെയ്ത് ഇറ്റ് ഇസ് റെലവെന്റ് എന്ന് പറയുന്നതും സംതിങ് ദാറ്റ് ഐവ് ബീൻ ബിൽഡിംഗ് ഫോർ ദ ലാസ്റ്റ് 2 years. So it's always better to give it ഒരു 2 years of organic time. അതിന് you will have to start today.
അപ്പൊ ഹൗ ഡു വി സ്റ്റാർട്ട് എന്ന രീതിയില. സോ നോട്ട് ഷുവർ എത്ര പേർക്ക് ഇവിടെ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ട്, എത്ര പേർക്ക് ഇല്ല, എത്ര പേർക്ക് ഉണ്ട് പക്ഷെ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗുഡ് എന്നൊന്നും എനിക്ക് അറിയത്തില്ല. നമുക്കൊന്ന് ബേസിക് തൊട്ടേ പോവാം. ഐ ജസ്റ്റ് ടേക്ക് യു ത്രൂ ബേസിക്സ് ഒരു 15-20 മിനിറ്റ്സിൽ എന്തൊക്കെ നമുക്ക് വേണം, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു ഷുഡ് ലുക്ക് അറ്റ് എന്ന് ഞാൻ പറയാം. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് നമുക്ക് അവസാനം ചോദിക്കാം. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ് ഇസ് യുവർ ഈ ഒരു ലിങ്ക് ആണ് വളരെ ഇമ്പോർട്ടന്റ്. സോ ഇത് നമുക്ക് ഈ എന്താണ് മീക്കകത്ത് കയറി സെറ്റിംഗ്സ് കയറിയ യു ക്യാൻ ക്രിയേറ്റ് യുവർ ഓൺ ലിങ്ക്. അത് ഒരു ഹൈപ്പർ ലിങ്ക്, നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ഹൈപ്പർ ലിങ്ക് ഉണ്ടാക്കാം. മേക്ക് ഷുവർ ഇറ്റ്സ് ഓൾവേസ് യുവർ ഫുൾ നെയിം, ഗൗരവ് നന്ദു അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. കാരണം തുടക്കുന്ന സമയത്ത് 1 2 6 3 4 എന്നൊക്കെ ആയിരിക്കും. സോ വെൻ യു ഷെയർ യുവർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ടു ഒരു CV അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമേക്കകത്തോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഷെയർ ചെയ്യുമ്പോഴോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ദാറ്റ് ദ ലിങ്ക് ലുക്സ് നീറ്റ്. അതിന് വേണ്ടിയാ, ബട്ട് ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ്, ബട്ട് ഇറ്റ്സ് ഓൾവേസ് മേക്ക് ഷുവർ ഇറ്റ്സ് നീറ്റ്. അപ്പൊ ഗൗരവ് നന്ദു എന്ന് ഷോർട്ട് ആകുക. സോ വാട്ട് എവർ യുവർ നെയിം ഇസ്, മേക്ക് ഷുവർ ദാറ്റ് ലിങ്ക് ഇസ് വെരി നീറ്റ് ആൻഡ് ഷോർട്ട്. ആൻഡ് ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ലുക്ക് അറ്റ്. പക്ഷെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് വരുമ്പോൾ യു ഗോ ഡൗൺ, ദ ഫസ്റ്റ് തിങ് യു വിൽ നോട്ടീസ് ഇസ് ഒരു പ്രൊഫൈൽ പിക്ചർ. സോ ഇത് ഞാൻ റീസെന്റ് തിരിച്ച് ഇങ്ങോട്ടാക്കിയത്. ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് മാറ്റി, ഐ വെൻ ത്രൂ ലൈക്ക് ഒരു റിവേഴ്സ് കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്റെ പ്രൊഫൈലൊക്കെ ഒന്ന് മാറ്റിയിരുന്നു. പക്ഷെ ഇപ്പൊ കറന്റ്ലി ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഹാവ് ഒരു പ്രോപ്പർ പ്രൊഫഷണൽ ഫോട്ടോ. ഓക്കെ, ഞാൻ ആക്ച്വലി ഐ മെയിൻറ്റെയിൻ മൈ ലിങ്ക്ഡിൻ ടു ബി ഒരു സെമി പ്രൊഫഷണൽ രീതിക്കാണ് ഞാൻ എന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ആസ് എ സ്റ്റുഡന്റ് യു ആർ എക്സ്പെക്ടഡ് ടു മെയിൻറ്റെയിൻ ഇറ്റ് ലൈക്ക് എ പ്രൊഫഷണൽ അക്കൗണ്ട്. അപ്പോൾ ലോട്ട് ഓഫ് മൈ എന്റെ ഞാൻ MBA ഒക്കെ പഠിക്കുമ്പോഴായാലും ഇപ്പോഴും കറന്റ്ലി ലോട്ട് ഓഫ് മൈ വർക്ക് ചെയ്യുന്ന എന്റെ കൂടെ അല്ലെങ്കിൽ എന്റെ കൂടെ പഠിച്ചിരുന്നവരൊക്കെ സൂട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു പ്രോപ്പർ DP ആണ് ഇടാറ്. പുട്ട് ഡിസ്പ്ലേ പിക് വിത്ത് സൂട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ബട്ട് ദാറ്റ്സ് നോട്ട് നെസസറി. ഞാൻ എപ്പോഴും ഒരു സെമി കാഷ്വൽ ഔട്ട്ലുക്ക് ആണ് എന്റെ എല്ലാ പ്രൊഫൈൽസിനും കൊടുക്കാറ്. ഈവൻ ഇഫ് ഇറ്റ്സ് Instagram ആണെങ്കിലും Twitter ആണെങ്കിലും, ഈവൻ ഇഫ് ഇറ്റ്സ് LinkedIn, ഐ വാണ്ട് ഒരു സെമി കാഷ്വൽ വേ ഓഫ് ഇറ്റ് ബിക്കോസ് ഐ ആം എ സെമി കാഷ്വൽ പേഴ്സൺ. ഞാൻ അങ്ങനെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടൊന്നും ഡീൽ ചെയ്യുന്ന ഒരാളാണ്. സോ നിങ്ങൾക്ക് ദാറ്റ് സംതിങ് കോൾഡ് ബ്രാൻഡ് ബിൽഡിംഗ്. നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു, വാട്ട് ഇസ് യുവർ ഔട്ട്ലുക്ക്, യു ഹാവ് ടു ഡു ദാറ്റ്. നിങ്ങളൊരു പെയിന്റർ ആണ്, അല്ലെങ്കിൽ യു ആർ ആൻ ആർട്ടിസ്റ്റ്. സോ ഇഫ് യു ആർ ആൻ ആർട്ടിസ്റ്റ്, ദർ ഇസ് നോ യൂസ് ഓഫ് യുവർ DP ബിക്കമിങ് ഒരു സൂട്ടൊക്കെ ഇട്ട് ഒരാളായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. സോ മേക്ക് ഷുവർ വാട്ട് എവർ യു ആർ, നിങ്ങളുടെ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി വച്ച് ഇറ്റ് ഷുഡ് റിഫ്ലക്ട് യുവർ ഹോൾ പ്രൊഫൈൽ എന്ന എന്റെ ഒരു കൺസെപ്റ്റ്. സോ ദിസ് ഇസ് ജസ്റ്റ് മൈ കൺസെപ്റ്റ്. സോ ഐ ആം എ സെമി കാഷ്വൽ പേഴ്സൺ. ഞാൻ അങ്ങനെ ഭയങ്കര ഹൈപ്പർ പ്രൊഫഷണൽ ഒന്നുമല്ല. സോ ഐ മേക്ക് ഷുവർ മൈ പ്രൊഫൈൽ റിഫ്ലെക്ട്സ് ദാറ്റ്. ബട്ട് നിങ്ങളുടെ DP കുറച്ച് കാര്യങ്ങൾ യു ഹാവ് ടു ലുക്ക് അറ്റ്. ഷുഡ് ഹാവ് എ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് നിങ്ങളുടെ ദേ ഷുഡ് നോ യു. പെട്ടെന്ന് കാണുമ്പോൾ, ഏത് ദൂരെ നിന്ന് കാണുമ്പോഴും ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഫേസ് ഇസ് യോഴ്സ്. അതാണ് വളരെ ഇമ്പോർട്ടന്റ്. സോ മേക്ക് ഷുവർ ഇറ്റ്സ് എ ക്ലോസ് അപ്പ് ഫോട്ടോ. ഇപ്പൊ കുറെ ഫോട്ടോസ് എല്ലാം ഭയങ്കര ദൂരമായിരിക്കും. ഇപ്പൊ ഞാൻ കുറച്ച് എക്സാമ്പിൾ സൈഡിൽ നിന്ന് തന്നെ എടുക്കാം. ലൈക്ക് ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ഫോട്ടോ ഫോർ എക്സാമ്പിൾ, ഇത് എന്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു അഞ്ജലി. യു ഡോണ്ട് സീ ദാറ്റ് പേഴ്സൺ, റൈറ്റ്? അത് ഡാർക്ക് ആണ് ബാക്ക്ഗ്രൗണ്ട്, ലൈറ്റ് ഒക്കെയാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് ഇൻസ്റ്റാഗ്രാം ഫോട്ടോ, റൈറ്റ്? ഇറ്റ്സ് നോട്ട് എ പ്രൊഫഷണൽ എന്നല്ല, ഇറ്റ്സ് നോട്ട് എ പ്രോപ്പർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ. ബിക്കോസ് നിങ്ങളുടെ ലിങ്ക്ഡിൻ ഫോട്ടോ, നമ്മൾ ട്വിറ്റർ ഹാൻഡിൽ എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, പീപ്പിൾ ഷുഡ് ബി ഏബിൾ ടു റെക്കഗ്നൈസ്. അതാണ് ഈ DPയുടെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം. It's not like Instagram DP. People should be able to recognize your face. അപ്പോൾ എത്രയും ഫേസിലോട്ട് സൂം ചെയ്യാൻ പറ്റുന്ന അങ്ങനെ സൂം ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ആൻഡ് മേക്ക് ഷുവർ ഇറ്റ്സ് എ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട്. കാരണം പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ യുവർ ഫേസ് വുഡ് ബി മോർ റെക്കഗ്നൈസബിൾ. ആൻഡ് വളരെ ആൾക്കാർ പറയും കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഉള്ള ഫോട്ടോസ് അവോയ്ഡ് ചെയ്യുക. ഇറ്റ് ഷുഡ് ബി എ പ്രോപ്പർ പ്രൊഫഷണൽ ലുക്കിംഗ് മുഖമുള്ള ഒരു ഫേസ് ആയിരിക്കണം എന്നൊക്കെ പറയുക. പക്ഷെ ഞാൻ ഇടയ്ക്ക് വെച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടു. കൂളിംഗ് ഗ്ലാസ് ഉള്ള ഒരു ഫോട്ടോ എടുത്ത് ഇട്ടായിരുന്നു. ഞാനൊരു പോസ്റ്റും ചെയ്തായിരുന്നു അത് വെച്ചിട്ട്. വിച്ച് to me conventionally does not make sense. I don't think you should be judged on that. പക്ഷേ the world അങ്ങനെയാണ് നിങ്ങളെ ജഡ്ജ് ചെയ്യുക. So at least right now, because your guys are all students and ഒരു it's 22 23 ഒക്കെ ആയതുകൊണ്ട് make sure let's move professionally. കാരണം world judges you like that. So let's make sure our profiles are, at least for now, are professional and you have a good photo. അതും ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആക്കിയിട്ട് മുഖമൊക്കെ കാണാൻ പറ്റുന്ന, സൂം ചെയ്യാൻ പറ്റുന്ന ഒരു ഫോട്ടോ. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും നല്ലതായിട്ട്. ഞാനിതിപ്പോ ദ ബാക്ക്ഗ്രൗണ്ട് വാസ് പ്ലെയിൻ ആൻഡ് റെഡ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ എഡിറ്റ് ഒന്നും ചെയ്യാത്തത്. പക്ഷെ മോസ്റ്റ്ലി ആൾക്കാർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അവര് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇട്ടിട്ട് then they make it their profile photo, which is okay. But if you have a plain background already, that's well and good. പിന്നെ ബാക്ക്ഗ്രൗണ്ടില് ഇത് കവർ ഫോട്ടോ എന്ന് പറയുന്ന കവർ ഫോട്ടോ ആൾക്കാർ പല കാര്യങ്ങൾ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ്
very honestly, it does not make much sense. So what I do is എൻ്റെ ഒരു സിഗ്നേച്ചർ പോലെ ഞാൻ പണ്ടുണ്ടാക്കി ഇട്ടതാണ്. സോ ഐ സീ ലോട്ട് ഓഫ് പീപ്പിൾ റൈറ്റിംഗ് കോഡ്സ്, കുറച്ച് കോഡ്സ് സ്വന്തമായിട്ട് എഴുതിയ കോഡ് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കോഡ്സ് QUODES കോഡ്സ് അത് ഇടുന്ന കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് കുറെ പേര് അവരെ നെയിം ആൻഡ് പ്ലേ സിഗ്നേച്ചർ ഒക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. ഇറ്റ് ആക്ച്വലി ഡിപ്പെൻസ്, ബിക്കോസ് അത് അത്ര നോട്ടീസബിൾ കാര്യമല്ല. ബട്ട് മേക്ക് ഷുവർ യു ഹാവ് സംതിങ് വെരി പ്ലസന്റ് ടു ലുക്ക് അറ്റ്. ഓക്കെ, അത് രണ്ട്. വളരെ ഇമ്പോർട്ടന്റ് കാര്യം ആഫ്റ്റർ ദാറ്റ് ഇസ് ദിസ് തിങ്, ഈ ഒരു സമ്മറി എന്ന് പറയും, ഒരു സമ്മറി ഓഫ് വാട്ട് യു ആർ, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ഞാൻ കുറെ പേര് എഴുതുന്ന വൺ തിങ് ഞാൻ കണ്ടിട്ടുള്ളത്, വൺ ഇസ് ഒരു ലൈനിൽ അങ്ങ് നിർത്തും. ടു ഇസ് ഈ ഡാഷ് ഒന്നും ഇടൂല, ഇതൊരു കഥ പോലെ എഴുതിക്കൊണ്ടു. അതായത് ഒരു ഫസ്റ്റ് ഒരു സിനിമ കഥയുടെ പാരഗ്രാഫ് പോലെ ഫസ്റ്റ് പാരഗ്രാഫ് ആയിട്ട് എഴുതുന്നത്, ഫുൾ സ്റ്റോപ്പ് ഒക്കെ വെച്ച്. സോ the first thing is either you separate things. So the best thing to do is to separate. Make sure it's words. But what are you? And endenathu njan korchu keywords undu. So the things that I do here in my company or as a professional njan cheyuna korchu karyangal undu, which is product marketing, customer success, I'm a SaaS expert, growth hacker aanu, product marketing cheyarundi, I'm a public speaker and I studied in IMT Ghaziabad. So ingante korchu karyangal undu. So these are my keywords. So these are the words that define me. So make sure you put that and you separate. Either you can do it through commas. So if you look at Arundhati here, she has done it through commas. Or you can do your place slash and hash and entering. You can use hash to change also. But this is really important, because why is it important, Joija? When you are open to work and when people look at product marketing the search ego, നിങ്ങളുടെ ഈ ഒരു പ്രൊഫൈലിൽ എത്രത്തോളം ഈ കീവേഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ പ്രൊഫൈൽ വ്യൂ വരും. ഓക്കെ, സോ വെൻ യു ഐദർ സെർച്ച് പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് ഇവിടെ ചുമ്മാ സെർച്ച് ചെയ്യുവാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇഫ് എൻ HR, അവർക്ക് HR-ന് ഇതിനകത്ത് കുറച്ച് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ മോഡ്യൂൾസ് ഉണ്ട്. ഈവൻ നൗ LinkedIn ഹാസ് റിക്രൂട്ട്മെന്റ് മോഡ്യൂൾസ്, വിച്ച് എല്ലാ ഓൾമോസ്റ്റ് കമ്പനീസിന്റെ HR-ഉം അവർക്ക് ആ മോഡ്യൂൾസ് ഉണ്ട്. സോ ഇൻ ദാറ്റ് അവർ കീവേഡ്സ് വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ, ദ മോർ കീവേഡ്സ് യു ഹാവ് ഇൻ യുവർ profile, the chances of you getting noticed അല്ലെങ്കിൽ അതിനകത്ത് ആ വരുന്നതിന്റെ chances are high, which is like how a SEO works. So നമ്മുടെ ഗൂഗിളിലൊക്കെ SEO, search engine optimization എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. So the more keywords you put in your article, അല്ലെങ്കിൽ the more the keywords you put in your website, ആ ഒരു കീവേഡ് സെർച്ചിൽ അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ higher it comes, ഏറ്റവും മുകളിൽ വരും. അതേപോലെ similarly you have to make sure you put in a lot of words അല്ലെങ്കിൽ keywords that explain what you do. നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ പൈത്തൺ ഡെവലപ്പർ ആണെങ്കിൽ, മേക്ക് ഷുവർ യു പുട്ട് വേർഡ്സ് ലൈക്ക് ഡെവലപ്പർ, പൈത്തൺ ഡെവലപ്പർ, അങ്ങനെ ആ ഒരു കീവേഡ്സ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ അത് വെച്ച് ഫിൽ ചെയ്യുക. സോ ഇഫ് യു ഡോണ്ട് ഹാവ് എനിത്തിങ് ഹിയർ ടുഡേ, മേക്ക് ഷുവർ യു ചേഞ്ച് ദീസ് തിങ്സ്. ഇഫ് യു ഹാവ് എനിത്തിങ്, മേക്ക് ഷുവർ ഇത് എത്രയും കൂടുതൽ യൂസ് ചെയ്യുക. മേക്ക് ഷുവർ യു യൂസ് ദാറ്റ് സ്പേസ്. മേക്ക് ഷുവർ യു പുട്ട് ഇൻ റെലവെന്റ് വേർഡ്സ് ദർ. പിന്നെ ഈ കാര്യങ്ങൾ ടോക്സ് അബൌട്ട് സെയിൽസ്, വിച്ച് ഇസ് ഗുഡ് ടു ഹാവ്, അത്ര ഇമ്പോർട്ടന്റ് അല്ല. ആൻഡ് ഹിയർ ദിസ് ഇസ് വെയർ യു ഹാവ് ടു പുട്ട് ഇൻ 2 things. ഇത് താഴേന്ന് ഓട്ടോമാറ്റിക്കലി വരിക ചെയ്യാം. ബട്ട് യൂഷ്വലി ഇറ്റ് ഇസ് നിങ്ങൾ പഠിച്ച ലേറ്റസ്റ്റ് പ്ലേസ് വെയർ യു സ്റ്റഡിഡ്, വിച്ച് ഇസ് ഫോർ മീ ഇസ് എന്റെ MBA is IMT Ghaziabad, and the place that I'm working in currently right now, അത് കോഡ് ഓഫ് ഡ്യൂട്ടി ഡിനോ. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. Then you slowly move down, and when you move down, the first thing that you notice is features. ഗൈസ് ഒന്ന് മ്യൂട്ടിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഫീച്ചേർഡ് എന്ന് പറയുമ്പോൾ, സോ ഫീച്ചേർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്ത നിങ്ങളുടെ ദിസ് ഇസ് എ സെക്ഷൻ ദാറ്റ് ഇസ് എഡിറ്റബിൾ ബൈ യു ഗൈസ്. നിങ്ങൾക്ക് ഈ ഒരു എഡിറ്റ് ബട്ടൺ ചെയ്താൽ യു ക്യാൻ ഫീച്ചർ വാട്ട് യു വാണ്ട് ഹിയർ. നിങ്ങൾ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ആർട്ടിക്കിൾസിലെ ഏറ്റവും നല്ല കുറച്ച് കാര്യങ്ങൾ യു ക്യാൻ ഫീച്ചർ ചെയ്യാം. So feature is like a place where you can put in your best. Notice board on നമ്മുടെ കോളേജിലും സ്കൂളിലൊക്കെ പറയുന്ന നോട്ടീസ് ബോർഡ് എന്ന് പറയുന്ന കാര്യം, where you feature your best things. അപ്പൊ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, if someone comes and looks into my profile, അവരെന്റെ ഓട്ടോമാറ്റിക്കലി പോസ്റ്റ് അന്വേഷിച്ചു പോകും, ഞാൻ ചെയ്തിരിക്കുന്ന പോസ്റ്റുകൾ അന്വേഷിച്ചു പോകും. So I want them to see my best posts here. അതാണ് ഫീച്ചറിന്റെ ഒരു കാര്യം. So you always make sure you have your best features or best posts to be featured here. And അതിനൊരു എന്തെങ്കിലും ഒരു കാര്യം വേണം. There should be a relevance. So if you look at here, ഇത് ഞാൻ ഈ ഫീച്ചേർഡിൽ ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ, one is a post which I made. അപ്പൊ ഇത് Slack war എന്ന് പറഞ്ഞ എന്റെ കമ്പനിക്കകത്ത് ഒരു മാർക്കറ്റിംഗ് പോസ്റ്റാ, which
വാസ് ക്വൈറ്റ് ഹിറ്റ് ആയിരുന്നു. കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു. ദേ ലൈക്ഡ് ദി ക്രിയേറ്റിവിറ്റി ബിഹൈൻഡ് ഇറ്റ് എന്ന് പറഞ്ഞ് കുറച്ച് ഫീഡ്ബാക്സ് കിട്ടിയ ഒരു പോസ്റ്റാണ്. സോ ഐ വോണ്ട് സമ്മൺ, അപ്പൊ മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഇതിനകത്ത് കയറി when they look at this Slack was I want them to think that okay, Gaurav is someone who's creative. Second is ഞാൻ ഈയിടയ്ക്കല്ല, I think 6-7 months back I went to SCT to have a panel discussion. അപ്പൊ അതിന്റെ ഒരു ഫോട്ടോ. Third is a post which ഞാൻ എഴുതിയ ഒരു പോസ്റ്റ് which got around 2400 to 2470 likes reactions കിട്ടിയ ഒരു പോസ്റ്റാണ്. Fourth is ഞാൻ സംസാരിച്ച ഒരു പാനൽ ഡിസ്കഷൻ ആയിരുന്നു which I was a part of. And fifth is again a post which got around 200 likes. Okay, ഇതിന്റെ ഒരു mixture is I want to tell people that okay, this is a person who does a lot of public speaking, കുറച്ച് അത്യാവശ്യം പബ്ലിക് സ്പീക്കിങ്ങിലൊക്കെ പങ്കെടുക്കാറുള്ള കുറച്ച് സ്മാർട്ട് പേഴ്സൺ ഹു ഇസ് ക്രിയേറ്റീവ് ആൻഡ് യു റൈറ്റ്സ് വെൽ ഇൻ ലിങ്ക്ഡ്ഇൻ. സോ മൂപ്പർക്ക് ഒരു 2400 ലൈക്സ് ഒക്കെ ഉണ്ട്. 2400 ഇസ് എ ഗുഡ് നമ്പർ ടു ഹാവ്. അതങ്ങനെ നല്ല വൈറൽ പോയ ഒരു പോസ്റ്റ്. ആൻഡ് ദാറ്റ് ആൻഡ് അല്ലാണ്ട് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വൺ പോസ്റ്റ്, കുറച്ച് പോസ്റ്റുകളുണ്ട് വിച്ച് ഗോട്ട് അറൌണ്ട് 200-300 ലൈക്സ് ഉള്ള കുറച്ച് പോസ്റ്റ് ഉണ്ട്. ആൻഡ് ഇതൊക്കെയാണ് എന്റെ ബെസ്റ്റ് വർക്ക്സ് ഇൻ ലിങ്ക്ഡ്ഇൻ സോ ഫാർ എന്ന് പറഞ്ഞിടുന്ന ഒരു കാര്യം. ജസ്റ്റ് ടു ഷോ പീപ്പിൾ ദാറ്റ് ഓക്കെ, ഐ ഹാവ് എ ഗുഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു കാര്യം. സോ ഫ്രം യുവർ എൻഡ് once you start posting, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ യു ഹാവ് ടു സ്റ്റാർട്ട് പോസ്റ്റിംഗ്. യു പുട്ട് ഇൻ യുവർ ബെസ്റ്റ് പോസ്റ്റ് ഹിയർ ഇൻ ഫ്യൂച്ചർ. അപ്പൊ ഞാൻ എപ്പോഴും പറയും അതിന് ലൈക്സ് വേണമെന്നൊന്നുമില്ല. സോ പ്രോബബ്ലി നിങ്ങളുടെ ഒരു ഫൈനൽ ഇയർ പ്രോജക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ചെയ്ത ഒരു മിനി പ്രോജക്റ്റ് ആയിരിക്കും നിങ്ങളുടെ പോസ്റ്റ്, ഫസ്റ്റ് പോസ്റ്റ്. ആ ഫസ്റ്റ് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് യു ക്യാൻ ഫീച്ചർ ഇറ്റ് ചെയ്യാൻ. ബിക്കോസ് നിങ്ങൾ കാണിക്കേണ്ടത് ചിലപ്പോൾ നിങ്ങളുടെ സൈഡിൽ ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ദ നമ്പർ ഓഫ് ലൈക്സ്, ടു ബി വെരി ഓണസ്റ്റ്. ഇറ്റ് ഇസ് അബൌട്ട് ദ വർക്ക് യു ഡു. അപ്പൊ നിങ്ങൾ ഇഫ് സമ്മൺ ഫ്രം എ കമ്പനി, ലെറ്റ്സ് സേ ഒരു ബാംഗ്ലൂർ ബേസ്ഡ് സ്റ്റാർട്ടപ്പില് ഒരു റിക്രൂട്ടർ ആണ് നിങ്ങളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുന്നെങ്കിൽ ഷീ ഡസ് നോട്ട് കെയർ ഇഫ് യുവർ പോസ്റ്റ് ഹാസ് 100 likes, ബട്ട് ഷീ കെയർസ് വാട്ട് യു ഹാവ് ഡൺ ഇൻ കോളേജ്. അപ്പൊ നിങ്ങളുടെ ഒരു ഫസ്റ്റ് 4 ഫീച്ചേർഡിൽ 4 പ്രോജക്ട്സ് ആണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്, വെരി സിമിലർ ടു വാട്ട് ഷീ ഈസ് വർക്കിംഗ് ഇൻ ആണെങ്കിൽ ഷീ വുഡ് ബി ക്യൂരിയസ്. അറ്റ്ലീസ്റ്റ് അവർക്ക് അത് നോക്കിയെടുത്ത് ഓക്കെ ദിസ് പേഴ്സൺ സീംസ് ടു ബി ഒരു ഗുഡ് ഇൻ പൈത്തൺ കോഡിങ്, അല്ലെങ്കിൽ സീംസ് ടു ബി ഗുഡ് ഇൻ ഹാർഡ്വെയർ, ലെറ്റ്സ് ജസ്റ്റ് ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാമെന്ന് തോന്നും. നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ഫീച്ചേർഡിൽ ഇടേണ്ടത്. സോ മേക്ക് ഷുവർ യു ഡു ദാറ്റ്. അതിന് നമുക്ക് അതിലേക്ക് എത്താം. അതല്ലാണ്ട് ആക്ടിവിറ്റി വിച്ച് കംസ് അബൌട്ട്. പിന്നെയാണ് അബൌട്ട് എന്ന് വരുന്നത്. അബൌട്ട് ഇസ് അഗൈൻ എ പ്ലേസ് വെർ യു ക്യാൻ പുട്ട് ഇൻ എ ലോട്ട് ഓഫ് യുവർ കീവേഡ്സ് ഇടുന്ന ഒരു സ്പേസ് ആണ്. ഇതും പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. കാരണം ഞാൻ പല സാധനങ്ങൾ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട്. ലോട്ട് ഓഫ് പീപ്പിൾ ഇതൊരു തേർഡ് പേഴ്സൺ ആയിട്ടിടും. ഗൗരവസ് ഇത്, ഗൗരവസ് അത്, ഗൗരവസ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് എ വെരി തേർഡ് പേഴ്സൺ വേ ടു റൈറ്റ്. അതും തേർഡ് പേഴ്സൺ ഞാൻ റെസ്യൂംസിലും കണ്ടിട്ടുണ്ട്. വിച്ച് സത്യം പറയാം ഇറ്റ്സ് എ വെരി ബോറിംഗ് വേ ടു റൈറ്റ് അബൌട്ട് യുവർ സെൽഫ്. So write about yourself എന്ന് പറയുമ്പോൾ if you put in a third person view, which is very boring, ഭയങ്കര honestly speaking. Don't do that. Always be very honest, very the simple and first person. ഞാൻ തന്നെ ആണെങ്കിൽ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ്. സോ ഞാൻ ഇതിലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളത്. സോ വാട്ട് I've done is I've told them I'm working here. എന്റെ മെയിൻ ഏരിയ ഓഫ് വർക്കിംഗ് ബ്രാൻഡ് ബിൽഡിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ലീഡ് ജനറേഷൻ ആണ്. ബട്ട് ഐ ഓൾസോ റൈറ്റ്, കണ്ടന്റ് ക്രിയേറ്റ് ആണ്, പബ്ലിക് സ്പീക്കർ ആണ് ഞാൻ, ഫോട്ടോഗ്രാഫി എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ഞാൻ ഇവിടെ പോയിട്ടുണ്ട്. And then I mix a lot of things. ഞാൻ എന്നെ you will see me as a farmer back home in Kerala. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. Make it funny. So I always wanted my profiles to be a little bit fun, informal, അങ്ങനെ ആയിരിക്കണം ഉള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത്. But it's always നിങ്ങളുടെ ഒരു സൈഡിൽ, since you're starting out, it's always good to write in a proper professional manner. What are you good at? What do you do? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. Okay. അതിടാം അബൌട്ട്. മേക്ക് ഷുവർ യു ഹാവ് എ ലോട്ട് ഓഫ് യുവർ കീവേഡ്സ് ഹിയർ. കീവേഡ്സ് ഇടുക ആൻഡ് മേക്ക് ഇറ്റ് വെരി സിമ്പിൾ. അപ്പൊ ഞാൻ ഈ റെസ്യൂംസിലൊക്കെ തുടക്കത്തിലുള്ള അബൌട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രൊഫഷണൽ, ഹാവിങ് എ പ്രൊഫഷണൽ സൈഡ്, ലുക്കിംഗ് ഫോർവേഡ് ടു മെയിൻറ്റെയിനിങ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തള്ളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നും വേണ്ട. ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഏറ്റവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് വായിക്കണം ആൾക്കാർ. അല്ലാണ്ട് ചുമ്മാ നിങ്ങൾ ഈ 24-year-old പ്രൊഫഷണൽ ലുക്കിംഗ് ടു ബിൽഡ് ഡ്രീംസ് വിത്ത് ദ കമ്പനി എന്നൊക്കെ ഭയങ്കര തള്ളക്ക് എഴുതിയാൽ ആൾക്കാർ വായിക്കത്തില്ല. സോ എപ്പോഴും ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു കീപ് ഇറ്റ് സിമ്പിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ദാറ്റ് പീപ്പിൾ റീഡ് ഇറ്റ്. അല്ലാണ്ട് നമ്മൾ എഴുതുന്നൊരു സാധനം ആൾക്കാർ വായിക്കാണ്ട് നോക്കിയാതെ പോകുന്നത് കാര്യമില്ലല്ലോ. that does not serve the purpose. So make sure it's simple, make sure you have keywords in, and make sure it's interesting for people to read.
അതാണ് ഈ അബൌട്ടിന്റെ ഒരു കാര്യം. ആൻഡ് ദ തേർഡ് തിങ് ഇസ് എക്സ്പീരിയൻസ്. സോ എക്സ്പീരിയൻസിൽ വൺ ഇസ് ഐ എം വെരി ഷുവർ ലോട്ട് ഓഫ് യു ഇതുവരെ വർക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവരാണ്. ബിക്കോസ് എഞ്ചിനീയറിംഗ് ഒന്നെങ്കിൽ കഴിയുന്നവര് കഴിഞ്ഞു കയറാൻ പോകുന്നവര്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിൽ ഇരിക്കുന്നവരായിരിക്കും. സോ ദിസ് ഇസ് വേർ യുവർ ഇന്റേൺഷിപ്സ് വിൽ കം ഇൻ. അപ്പൊ എന്റെ കാര്യം തന്നെ നോക്കുവാണെങ്കിൽ ദിസ് ഫസ്റ്റ് ടു ആർ മൈ പ്രോപ്പർ വർക്ക്. ഞാൻ ICICI ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോഴത്തെ കറന്റ് കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള എന്റെ എല്ലാം ഈ മൂന്നെണ്ണം ആർ മൈ MBA related internships are intern. So make sure you do a lot of internships. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഞാൻ അങ്ങനെ പറഞ്ഞു തരണം എന്നില്ല, it does not come under LinkedIn. പക്ഷേ it's always better to have a lot of internships. So do a lot of internships, even if it's a ഭയങ്കര ചെറിയ കാര്യമാണ്, ഒരു കൊച്ചു ഇന്റേൺഷിപ്പ് ആണെങ്കിൽ പോലും make sure you do a lot of internships and make sure you write your internships here. എക്സ്പീരിയൻസ് ഈവൻ ക്യാൻ ബി ഇപ്പൊ IEEE പോലത്തെ ഒരു സംഘടനയിൽ യു ആർ ഹാൻഡ്ലിംഗ് എ സ്പേസ്. അപ്പൊ നിങ്ങളിപ്പോ ഒരു വൈസ് പ്രസിഡന്റ് ഓഫ് IEEE RAS ഫോർ എക്സാമ്പിൾ, ഓർ IEEE ചെയർമാൻ ആണ് നിങ്ങൾ. ഇറ്റ് ക്യാൻ ബി എൻ എക്സ്പീരിയൻസ് വൈൽ യു ആർ ഇൻ കോളേജ്. ഓക്കെ, സോ ഇറ്റ് വിൽ കം ലേറ്റർ. അപ്പൊ നിങ്ങൾ കുറച്ച് ഒന്ന് എക്സ്പീരിയൻസ് കിട്ടി, 24-25 യു ക്യാൻ മൂവ് ഇറ്റ് ടു വോളണ്ടിയറിംഗ്. ഞാൻ ഇതിനകത്ത് ഞാനും IEEE IDC-ലൊക്കെ ഉണ്ടായിരുന്നു. സോ ഐ മൂവ്ഡ് ഇറ്റ് ടു വോളണ്ടിയറിംഗ് ആഫ്റ്റർ സം ടൈം. പക്ഷെ ഇപ്പൊ കറന്റ്ലി ബിക്കോസ് യു ഗൈസ് ആർ സ്റ്റുഡൻസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇന്റേൺഷിപ്സ് ആൻഡ് വർക്ക് ഇൻ സൊസൈറ്റീസ് ലൈക്ക് IEEE IEDC അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. സോ ദാറ്റ് കൗണ്ട്സ് ആസ് എക്സ്പീരിയൻസ്. ദാറ്റ് കൗണ്ട്സ് ആസ് എ വെരി വാല്യുബിൾ എക്സ്പീരിയൻസ് ആക്ച്വലി വെൻ യു ആർ ഇൻ കോളേജ്. സോ മേക്ക് ഷുവർ യു പുട്ട് ദാറ്റ് എന്ന് മാത്രമല്ല, മേക്ക് ഷുവർ യു എക്സ്പ്ലെയിൻ വാട്ട് യുവർ വർക്കേഴ്സ്. ഇത് ഞാൻ എത്രയോ പേര് ഞാൻ ചെയ്യാത്ത കണ്ടിട്ടുണ്ട്. So like someone who's coming in and reading does not understand what is digital marketing intern in Kelotech. ഇതെന്താ നിങ്ങൾ ചെയ്തതെന്ന് അറിയത്തില്ല. Like വളരെ honestly, someone who's in Delhi, ഒരു recruiter in Delhi won't know what is IEEE RAS ന്റെ chairman എന്ന് പറഞ്ഞാൽ what do you do എന്നുള്ള ഒരു question comes to them. They won't even know what is RAS, to be honest. IEEE തന്നെ എത്ര പേർക്ക് അറിയാമെന്നുള്ള ചോദ്യമുണ്ട്. Like if they are not in technology field, IEEE ഒന്നും കേട്ടിട്ട് പോലും ഉണ്ടാകത്തില്ല. So you have to tell them what it is. അത് നിങ്ങളുടെ ജോലിയാണ്, അത് വായിക്കുന്ന ഒരാളുടെ ജോലി അല്ല കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. So make sure you explain what you do in all your internships. ഇപ്പൊ ഞാൻ ഇതിനകത്ത് റെഗുലർലി ഞാൻ റിലീജിയസ്ലി ഇടാറുള്ള ഒരു കാര്യം is I make sure I explain what my jobs are. ഇതിനകത്ത് team leader of a team of 5, okay, who defines the GTM and product messaging. I handle this, I handle that. എല്ലാത്തിലും ഈവൻ ഇഫ് യു ഗോ ഡൗൺ ടു എന്റെ ഫസ്റ്റ് മാർക്കറ്റിംഗ് ഇന്റേൺഷിപ്പ് ആണെങ്കിൽ തന്നെ ഞാൻ 2 പോയിന്റ് ഇട്ടിട്ടുണ്ട്. Just 2 points because എന്റെ അതിനകത്ത് ഞാനിപ്പോ 27 and this is important for people. ആരും ഇത് കഴിഞ്ഞ് താഴോട്ടൊന്നും പോയി വായിക്കത്തൊന്നുമില്ല. വായിച്ചാലും it's not important. What is important is this area. So that is why I made this area കുറച്ചും കൂടെ bigger and I put in a lot of details here. പക്ഷെ നിങ്ങളുടെ ഒരു കാര്യത്തിന് ഇന്റേൺഷിപ്സ് ആണെങ്കിൽ തന്നെ make sure you put in a lot of keywords. Make sure you put in what you do. IEEE chairman ആണെങ്കിൽ തന്നെ you tell them what you guys, നിങ്ങളുടെ ഡെയിലി ടു ഡേ അല്ലെങ്കിൽ നിങ്ങളുടെ മന്ത്ലി what are your jobs, what are your നിങ്ങളുടെ key pointers എന്താ, what is your responsibilities, how many events have you done, ഇങ്ങനത്തെ കാര്യങ്ങൾ. and make sure you put numbers there, which is ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യമാണ്. കാരണം when you start, ഇപ്പൊ നിങ്ങൾ ഒരു ജോലിക്ക് കയറുമ്പോൾ when you put in ഭയങ്കര ഡയലോഗ് ആയിട്ട് ഓക്കെ നിങ്ങൾ എന്താ ഓക്കെ എന്നോടുള്ള ക്വസ്റ്റ്യൻ അല്ല, ശരി. അപ്പോ നിങ്ങൾ ഇതിനകത്ത് ഇടുമ്പോൾ ഈ കാര്യങ്ങൾ ഇടുമ്പോൾ യു മേക്ക് ഷുവർ യു പുട്ട് ഇൻ നമ്പേഴ്സ്. സോ ഇതിനകത്ത് തന്നെ ആണെങ്കിൽ തന്നെ portfolio of 35 crores. Okay, part of a team of 6 relationship managers handling a region of 30 branches. Working on new client acquisition, acquired 9 clients in 1 year worth 5 crore. So these are numbers that would make sense to a person who is going to read it. Which also our took the number of paid users to 10x within 2 years. Okay, so handles the product marketing of 2 of every of the companies. So you make sure you put in നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് നമ്പേഴ്സ് യു പുട്ട് ഇൻ. അത് നിങ്ങളുടെ ഒരു ചേഞ്ച് ആയിരിക്കും. ദിറ്റ് വിൽ ആക്ച്വലി ഡിഫൈൻ യു ഫ്രം എ നോർമൽ ലിങ്ക്. ഇങ്ങനെ കഥ അനുസരിച്ച് ഇങ്ങനെ എഴുതി വിടാണ്ട് മേക്ക് ഷുവർ ഇറ്റ്സ് വെരി സിമ്പിൾ. മേക്ക് ഷുവർ യു പുട്ട് ഇൻ എ ലോട്ട് ഓഫ് നമ്പേഴ്സ് ടു ഡിസ്ക്രൈബ്. ഫോർ എക്സാമ്പിൾ, IEEEയുടെ മെമ്പർഷിപ്പ് ഹെഡ് ആയിരുന്നു ഞാൻ. took the number of members of my student branch from 125 to 260 in 3 months.
is a good achievement. അത് എവിടെയാണെങ്കിലും it's a good achievement. So if you don't want to put in numbers, put in percentage. അപ്പോൾ 100% ആണ്. എന്റെ 200 പേരുണ്ടായിരുന്നു, I took it to 400, which is എത്ര നമ്മൾ 2x അല്ലെങ്കിൽ 100% increase അല്ലെങ്കിൽ 2x times കൊണ്ടുവന്നു. You put in the numbers and you put in നിങ്ങളുടെ achievements in key terms and numbers, and which would be കുറച്ചും കൂടെ ആൾക്കാർക്ക് വായിക്കുന്ന ആൾക്കാർക്ക് ഇംപ്രസീവ് ആയിരിക്കും. So അത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ്. So when you put in experience, put in numbers, നിങ്ങളുടെ achievements in numbers and in percentages, and you make sure you describe your work, which is important. എഡ്യൂക്കേഷനിലോട്ട് വരുമ്പോൾ നിങ്ങളിപ്പോ കറന്റ് വർക്ക് ചെയ്യുന്ന കോളേജ് ആൻഡ് നിങ്ങളിപ്പോ കറന്റ് ഒരു എഞ്ചിനീയറിംഗ് അല്ലേ, അപ്പോൾ മേക്ക് ഷുവർ യു പുട്ട് ഇൻ യുവർ സ്കൂൾ. എപ്പോഴും അത് രണ്ട് ലേറ്റസ്റ്റ് 2 എന്നാണ് എപ്പോഴും പറയുക. അപ്പൊ ഞാൻ MBA ആൻഡ് BTech ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ സ്കൂളിന്റെ കാര്യങ്ങൾ അങ്ങനെ ഇടാറില്ല. നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പഠിക്കണം, വിച്ച് ഇസ് നിങ്ങൾ ഈ വലുതാവുന്നോറും മേക്ക് ഷുവർ യു എലിമിനേറ്റ് താഴത്തെ കാര്യങ്ങൾ. ഞാൻ ഇപ്പോഴും ഈ ഇടയ്ക്ക് ഞാനൊരു CV കണ്ടു എന്റെ കമ്പനിയിൽ വന്നത്. ഒരു 24-year-old guy who was telling about his 10th standardലെ അച്ചീവ്മെന്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് CV-യിൽ. എന്തോ അതും ഒട്ടും റിലേറ്റഡ് അല്ലാത്ത എന്തോ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ചിരി വരും. ബിക്കോസ് 26 ഇഫ് യു റീച്ച് എഞ്ചിനീയറിംഗ്, നിങ്ങൾക്ക് ഇപ്പൊ ഇനി 10th നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് ഒന്നും അച്ചീവ്മെന്റ്സ് അല്ല. മേക്ക് ഷുവർ യു ഷെയർ യുവർ ലേറ്റസ്റ്റ് തിങ്സ്. അതേപോലെ തന്നെ നിങ്ങളിപ്പോ ഒരു MBA ഒക്കെ എടുത്തു അല്ലെങ്കിൽ നിങ്ങൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞു and you have started working for 3 years, no one cares where you studied for in school. സ്കൂള് പഠിച്ചു, അത് നിങ്ങൾ പാസ്സാവണമെന്ന് അവർക്ക് അറിയാം, പാസ്സായി കാണുമെന്ന് അറിയാം, അല്ലാണ്ട് അവർക്ക് അങ്ങനെ വലിയ കാര്യമൊന്നും. സോ നിങ്ങൾ the more you grow, make sure you eliminate ഈ താഴത്തെ achievements. Make sure you pinpoint the latest one. അതെപ്പോഴും നിങ്ങൾ മനസ്സിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ പോകണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ കുറച്ച് വരും. സോ നെക്സ്റ്റ് ടൈം ഐ മൂവ് ഔട്ട് ഫ്രം ഈ കമ്പനി, ഐ ജോയിൻ സം അതർ കമ്പനി, ഞാൻ ഇതൊക്കെ കുറയ്ക്കും. ദ ഫസ്റ്റ് തിങ് ഐ വിൽ ഡു ഇസ് ടു ഈ ഒരു പോയിന്റ്സ് ഒരു 3 എടുത്ത് ഈ 3 വച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ എടുത്ത് കളയും. സോ യു ഹാവ് ടു കീപ് അപ്ഡേറ്റിംഗ് യുവർ സെൽഫ്. അത് വിച്ച് ഇസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആൻഡ് ഐ ഡോണ്ട് സീ എ ലോട്ട് ഓഫ് പീപ്പിൾ ഡൂയിങ് ദാറ്റ്. ഇപ്പോഴും ഞാൻ എഞ്ചിനീയറിംഗിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ എഞ്ചിനീയറിംഗ് 4th year ആയിരുന്നപ്പോൾ ലോട്ട് ഓഫ് മൈ ഫ്രണ്ട്സ് 10th-ലെയും 12th-ലെയൊക്കെ കുറച്ച് അച്ചീവ്മെന്റ്സ് ഒക്കെ എടുത്ത് CV-യിൽ ഇടുമായിരുന്നു. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. 4th year എത്തിക്കഴിഞ്ഞ് they can't do anything else. പക്ഷെ that's not the proper thing to do. The proper thing to do is, ഇപ്പൊ നിങ്ങളിപ്പോ ഒരു 2nd year 3rd year you don't see much achievements in what you do, start right now. You have 2 more years. Like you have the final year to build your resume. So build it. Allow no one really cares. ചിലപ്പോ ഇൻഫോസിസ് പോലത്തെ കമ്പനീസ് sometimes they will take you. അതെനിക്ക് അറിയത്തില്ല. പക്ഷെ if once you move out from that mass recruitment companies allande, once you go to a proper company and mass recruiter alla, you are subjected to individuals, so they'll look at you and take it. Mass recruitment allande oru 1-2 post undavullu, and then you are going to compete with oru 10-20 പേർ for a job എന്ന് വരുമ്പോൾ നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് ആയിരിക്കും നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. സോ മേക്ക് ഷുവർ യു ബിൽഡ് യുവർ റെസ്യൂമെ, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഞാൻ ലിങ്ക്ഡിന്റെ കാര്യം പറയുകയാണെങ്കിലും ഇതിനകത്തൊക്കെ എഴുതാൻ എന്തെങ്കിലും വേണം നിങ്ങളുടെ കയ്യിൽ. സോ മേക്ക് ഷുവർ യു സ്റ്റാർട്ട് വർക്കിംഗ്, മേക്ക് ഷുവർ യു പുട്ട് ഇൻ എ ലോട്ട് ഓഫ് വർക്ക്. ഇന്റേൺഷിപ്സ് ചെയ്യുക, IEEE പോലത്തെ IDC IEEE പോലത്തെ സൊസൈറ്റീസിലൊക്കെ പാർട്ട് ആവുക, വർക്ക് ചെയ്യുക. ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. ഞാൻ എത്ര വന്ന് ലിങ്ക്ഡിന്റെ എങ്ങനെ ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞാലും യു വിൽ ഹാവ് ടു ആഡ് സർട്ടൻ തിങ്സ് ഇൻസൈഡ്, റൈറ്റ്? അതിന് നമ്മൾ തന്നെ വർക്ക് ചെയ്തേ പറ്റൂ. സോ സ്റ്റാർട്ട് റൈറ്റ് നൗ. ഞാൻ ഇപ്പോഴും പറയാ, ഒരിക്കലും ആരും ഒരിടത്തും ലേറ്റ് ഇല്ല. ഓക്കെ, എനിക്കിപ്പോഴും എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലിങ്ക്ഡിൻ എന്താണെന്ന് അറിയാത്ത ഫ്രണ്ട്സ് ഉണ്ട് എനിക്കിപ്പോഴും. യു ഗൈസ് ആർ നോട്ട് ഈവൻ ലേറ്റ് പോലും അല്ല. യു ഹാവ് എ ലോട്ട് ഓഫ് ടൈം. ഇപ്പോഴും ഫൈനൽ ഇയർ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇഷ്ടം പോലെ സമയമുണ്ട് ഇപ്പോഴും. സ്റ്റാർട്ട് ബിൽഡിംഗ് ഇറ്റ്. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ബി ലേറ്റ് ദാൻ നെവർ. അതുകൊണ്ട് ഇപ്പോഴേ തുടങ്ങാം. ഈ ഫൈനൽ കുറച്ച് കാര്യങ്ങൾ ഐ ജസ്റ്റ് സ്കിപ്പ് ത്രൂ എ ലോട്ട് ഓഫ് തിങ്സ്. പക്ഷെ എന്നാലും ലൈസൻസസ് സർട്ടിഫിക്കറ്റ്സ് ആണ് അടുത്ത കാര്യം. ഞാൻ എപ്പോഴും പറയാറ്, ലിങ്ക്ഡിനകത്ത് തന്നെ there is a lot of certifications. കുറെ ഫ്രീ ആയിട്ടുള്ള ലിങ്ക്ഡിൻ ഇതിനകത്ത് ലേണിംഗിനകത്ത് ലിങ്ക്ഡിൻ ലേണിംഗ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. അതിനകത്ത് കയറി യു ഗെറ്റ് എ ലോട്ട് ഓഫ് ഗുഡ് സർട്ടിഫിക്കേഷൻസ്. ഐ ഡു എ ലോട്ട് ഓഫ് സർട്ടിഫിക്കേഷൻസ് അവിടെ ഇവിടെയും. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ക്രിസ്പ് ടു ദ പോയിന്റ് ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്ന കുറച്ച് കോഴ്സസ് ഉള്ളത് ലിങ്ക്ഡിൻ. സോ ഇഫ് യു വാണ്ട് ടു ലേൺ സംതിങ് വെരി ഷോർട്ട്, പെട്ടെന്ന് തീർത്ത് പോകണം, and you want to just know about it, like you are preparing for an interview, just കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി you want to know something, LinkedIn courses ആണ് ഏറ്റവും ബെസ്റ്റ്. and it's very easy to put them here also. അപ്പൊ ഞാൻ കുറെ LinkedIn courses ഞാൻ ചെയ്യാറുണ്ട്, and I directly add them here to licenses and certifications, which is something that you can do. But do a lot of good certifications.
അത് വളരെ ഹെൽപ്ഫുൾ ആണ് നിങ്ങൾക്ക് കാണിക്കാനും നിങ്ങളുടെ CV-യിൽ ഇടാനും അല്ലാണ്ട് അറിവിനും നല്ല കുറച്ച് കാര്യങ്ങളാണ്. ആൻഡ് റൈറ്റ് നോ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ആൻഡ് ഫ്രീ അല്ലെങ്കിൽ ചെറിയ ചെറിയ പൈസക്ക് ഇഷ്ടം പോലെ യു ഹാവ് എ ലോട്ട് ഓഫ് സർട്ടിഫിക്കേഷൻസ്. സോ മേക്ക് ഷുവർ യു ഗോ ത്രൂ ദാറ്റ്. വോളണ്ടിയറിംഗ് ഇസ് അഗൈൻ നിങ്ങളുടെ ഒരു ഇയറിൽ ദിസ് ഇസ് സംതിങ്, നിങ്ങളുടെ ഒരു പ്രായത്തിൽ ദിസ് ഇസ് സംതിങ് ദാറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് അഗൈൻ. ബിക്കോസ് എവിടെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, എവിടെയൊക്കെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അതെന്തൊക്കെയാണ് എന്ന് കാണിക്കാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ബിക്കോസ് ഇതിനകത്ത് ഞാൻ അധികം ചെയ്തില്ല, ബിക്കോസ് ദിസ് ഇസ് നോട്ട് എൻ ഇമ്പോർട്ടന്റ് സെക്ഷൻ ഫോർ എ പേഴ്സൺ ഹൂസ് വർക്കിംഗ് ഫോർ. സോ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ദിസ് ഇസ് നോട്ട് എൻ ഇമ്പോർട്ടന്റ് ഏരിയ, അതുകൊണ്ട് ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയില്ല. ബട്ട് ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ഫോർ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. കാര്യം ഐ ഹവ് വിവൻ ഞാൻ I think ഒരു 1 year 1.5 years before ഞാൻ when I was attending some interviews എനിക്ക് ഈ വിങ്സ് ഓഫ് വിമൻ എന്താന്നൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. സോ ആൾക്കാർ താഴെ പോയി some people who are really interested in your resume or in your profile will go down and read all these things. അപ്പൊ അത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ. So make sure you put it. So it's a very good place to start a conversation. കാരണം വിങ്സ് ഓഫ് വിമൻ is ഞാൻ പാർട്ടായിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ്, and it's a very good conversation starter. അപ്പൊ essentially if someone comes and asks me what is wings of women, അത് അഡ്വാൻറ്റേജ് ടു മീ. അപ്പൊ എനിക്ക് തന്നെ പറയാം എന്താണെന്ന് പറഞ്ഞ് ഐ വിൽ ട്രൈ ടു ബ്രിങ് ഇൻ ആ ഒരു കോൺവെർസേഷൻ ടു മൈ എന്റെ കോർട്ടിലോട്ട് കൊണ്ടുവരിക. സോ മേക്ക് ഷുവർ യു പുട്ട് ഇൻ തിങ്സ് വിച്ച് യു ആർ വെരി കംഫർട്ടബിൾ വിത്ത്, അല്ലെങ്കിൽ കംഫർട്ടബിൾ ടു സ്പീക്ക് അബൌട്ട്. ദ ലാസ്റ്റ് തിങ് ഇസ് സ്കിൽസ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലിസ്റ്റ് ചെയ്യാം, ആൻഡ് യു ക്യാൻ ആസ്ക് പീപ്പിൾ ടു എൻഡോസ് യു ഓൺ സ്കിൽസ്. അതും അഗൈൻ വിച്ച് ഇസ് ഭയങ്കര ഇമ്പോർട്ടന്റ് എന്ന് പണ്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം, പക്ഷെ റൈറ്റ് നൗ ഐ ഡോണ്ട് സീ മച്ച് ഇമ്പോർട്ടൻസ് ദർ. ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഹാവ് പീപ്പിൾ ടു എൻഡോസ്, പക്ഷെ ഞാൻ അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. ആൻഡ് ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ റെഗുലർലി ദി അപ്ഡേറ്റ് ചെയ്യാറുള്ള ഇസ് കോൾഡ് എസ് ഇത് റെക്കമെൻഡേഷൻസ്. ഞാൻ വർക്ക് ചെയ്തവരും എന്റെ ക്ലയൻസും എന്റെ കൂടെ പഠിച്ചവരെയൊക്കെ കൊണ്ട് അറ്റ്ലീസ്റ്റ് ഇപ്പൊ കുറച്ച് ഇമ്പോർട്ടന്റ് പൊസിഷൻസിൽ ഇരിക്കുന്നവരെയൊക്കെ കൊണ്ട് ഐ മേക്ക് ഷുവർ ഐ tell them to give me recommendations. അതിപ്പോ മേഘ ആയാലും താഴെ പോയി വലൈ എൻ്റെ ഒരു ക്ലയന്റ് ആയിരുന്നു, ആൻഡ് നമചിവായം വാസ് വൺ ഓഫ് മൈ കൊളീഗ്സ് ഇൻ ICICI ബാങ്ക്. ജഫൻ എൻ്റെ കൂടെ പഠിച്ചതാ കോളേജിൽ. ബിനു ആൻഡ് ഗൗതം എൻ്റെ കൂടെ MBA പഠിച്ചതാ. അഞ്ജന വാസ് യൂസ് ടു വർക്ക് വിത്ത് മീ ഇൻ കോഡ് ഓഫ് ഡ്യൂട്ടി. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഗിവിംഗ് യു റെക്കമെൻഡേഷൻസ് ആൻഡ് പോസിറ്റീവ് റെക്കമെൻഡേഷൻസ്, അല്ലാതെ എന്നെ തേജോവധം ചെയ്യുന്ന റെക്കമെൻഡേഷൻസ് അല്ല. കുറച്ച് പോസിറ്റീവ് റെക്കമെൻഡേഷൻസ് ആർ ഗുഡ് ടു ഹാവ്. എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, എത്ര റെക്കമെൻഡേഷൻസ് ഉണ്ടല്ലോ, കുറെ റെക്കമെൻഡേഷൻസ് ഉണ്ടല്ലോ. സോ എന്റെ പോയിന്റ്, അപ്പൊ ഇത് ചോദിച്ച് മേടിച്ചതല്ലേ ചോദിക്കും. ഞാൻ പറഞ്ഞ ഓഫ് കോഴ്സ് ഞാൻ ചോദിച്ച് മേടിച്ച, പക്ഷേ ഈ 8 പേരും ദേ റോട്ട്. അത് എഴുതുക എന്നൊക്കെ പറഞ്ഞ കുറച്ച് പാടുള്ള കാര്യം. പീപ്പിൾ ഡോണ്ട് റൈറ്റ് അങ്ങനെ ഓഫൺ. സോ ഐ ടെൽ ദം, ഇപ്പൊ 8 പേരെടുത്ത് ഞാൻ പറഞ്ഞപ്പോ തന്നെ ദേ പുട്ട് ഇൻ ഗുഡ് വേർഡ്സ് ആൻഡ് ദേ റോട്ട് ഇറ്റ് ഫോർ മീ. എസെൻഷ്യലി മീൻസ് ഐ എം എ ഗുഡ് പേഴ്സൺ. അതുകൊണ്ടാണല്ലോ ദേ ലൈക്ക് മീ. അങ്ങനെ എടുത്താൽ മതി. പക്ഷെ ഞാൻ ഓടി നടന്ന് ചോദിച്ച കാര്യങ്ങൾ ഐ എം ഓൾവേസ് കംപ്ലീറ്റ്ലി ഓണസ്റ്റ്. ഞാൻ എപ്പോഴും പറയും ഞാൻ ഓടി നടന്ന് ചോദിച്ചതാ, പക്ഷെ ഓൾ ദീസ് പോസിറ്റീവ് തിങ്സ് അവര് ദേ മീൻ ഇറ്റ്, അതുകൊണ്ടാണ് തന്നെ എന്ന് ഞാൻ പറയാറുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ. ആൻഡ് ദി ലാസ്റ്റ് തിങ് ടു ഹാവ് ഇൻ യുവർ അക്കൗണ്ട് ഇസ് ഓണേഴ്സ് ആൻഡ് അവാർഡ്സ്. ഓർഗനൈസേഷൻസ് എല്ലാം ലിസ്റ്റ് ചെയ്യുക, ലാംഗ്വേജസ് ലിസ്റ്റ് ചെയ്യുക. ഓണേഴ്സ് ആൻഡ് അവാർഡ്സ് ഇസ് ഓൾസോ ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ. നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള നല്ല അവാർഡ്സ് എല്ലാം ഇടുക. സ്കോർ, ടെസ്റ്റ്, ലാംഗ്വേജസ്, ഓർഗനൈസേഷൻസ് ഉള്ള കാര്യങ്ങൾ. സോ വിച്ച് ഇസ് ലൈക്ക് ഒരു പ്രൊഫൈൽ ബിൽഡിംഗ്. ഇൻ സെൻസ് ഓഫ് എ പ്രൊഫൈൽ ബിൽഡിംഗ്, ദിസ് ഇസ് വാട്ട് യു ഹാവ് ടു ഹാവ്. ഇതാണ് ഒരു ABC ഓഫ് വാട്ട് ഇസ് ഇമ്പോർട്ടന്റ്, വാട്ട് ഇസ് നോട്ട് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ. ഇത്രയും വെച്ച് നമ്മൾ 2 പോർഷൻസ് ഓഫ് ടുഡേസ് സ്പീച്ച് അല്ല ടോക്ക് ആണ് നമ്മൾ കവർ ചെയ്തത്. സോ വാട്ട് ഇസ് ലിങ്ക്ഡ്ഇൻ എന്നും ഹൗ ടു ബിൽഡ് യുവർ അക്കൗണ്ട് ഇൻ ലിങ്ക്ഡ്ഇൻ എന്നും. പക്ഷെ ബിഫോർ വി മൂവ് ഓൺ ടു ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ തിങ്, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാനുള്ളവർക്കാണെങ്കിൽ ചോദിക്കാം. Or do you want to take it after? We'll take it after. So last portion of what I want you guys to know today is how do you build LinkedIn connections? How do you build LinkedIn connections and how do you make sure you get an advantage of LinkedIn? ഇത് ഞാൻ പറയാനുള്ള കാര്യം, a lot of workshops, LinkedIn related workshops end here. ഇത്രയും പറഞ്ഞിട്ട് ഓക്കെ ഗൈസ് താങ്ക് യു, ഇങ്ങനെയൊക്കെയാണ് ബിൽഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു പോകും. ഇത് തീർന്നു. ഇത് ബിൽഡ് ചെയ്ത് ഇങ്ങനെയാണ് ഭയങ്കര ഭംഗിയുള്ള ഒരു പ്രൊഫൈൽ ഇവിടെ ബിൽഡ് ചെയ്ത് ഇട്ടാൽ you won't get any benefits of LinkedIn. അത് കിട്ടത്തില്ല. So you will have to start networking. നിങ്ങൾക്ക് you will have to start making connections. അതെങ്ങനെ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട്. The first thing you can do is, എന്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ചെയ്യുന്ന പോലെ, you can just randomly type in people and send them connection request. ചുമ്മാ ഇങ്ങനെ ചെറുപറാന്ന് കണക്ഷൻ റിക്വസ്റ്റ് ഇടുക, സെൻഡ് ചെയ്യുക, പോവുക. ഓക്കെ, ദാറ്റ് മേക്സ് സെൻസ്. പക്ഷെ how do you really get
ഇതിന്റെ ഒരു ഗുഡ് വാല്യൂ എന്ന് പറയും. ഞാൻ ചെയ്യാറുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. സോ ഫസ്റ്റ് തിങ് ഇസ്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഒരു കമ്പനി, ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ഐ വോണ്ട് ടു വർക്ക് ഇൻ ആപ്പിൾ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആപ്പിളിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അപ്പൊ ആപ്പിൾ വർക്ക് ചെയ്യണം എന്ന് തോന്നുന്ന ഒരാളാണ്. ഈ വാട്ട് ഐ വിൽ ഡു ഇസ്, ഞാൻ ആപ്പിൾ എടുക്കും. ആപ്പിൾ എടുത്തിട്ട് ഞാൻ ആപ്പിളിന്റെ പ്രൊഫൈലിൽ കയറും. സോ വെൻ യു ഗോ ടു ആപ്പിൾസ് പ്രൊഫൈൽ, ഇതിനകത്ത് യു ഹാവ് ടു ഗോ ഡൗൺ. ഇതിനകത്ത് ലിങ്ക്ഡിൻ ടെൽസ് യു എ ലോട്ട് ഓഫ് തിങ്സ്. വൺ, ലിങ്ക്ഡിൻ ടെൽസ് യു ഇസ് എത്ര പേര് ഇൻ ആപ്പിളിൽ വർക്ക് ചെയ്യുന്ന എത്ര പേര് ആർ ഇൻ വർക്ക്ഡ് ഇൻ യുവർ കോളേജ് എന്ന് പറയുന്ന കുറെ പേര്. ഇതിനകത്ത് തന്നെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. എത്ര പേര് ഇതിനകത്ത് ടു അതർ കണക്ഷൻ, എന്റെ എത്ര കണക്ഷൻസ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയും. സോ ഇഫ് ദർ ആർ പീപ്പിൾ ഈ ഒരു കമ്പനിയിൽ ഇൻ ആപ്പിൾ ഹു ഇസ് ഇൻ IMT ഗാസിയാബാദ് എന്നുണ്ടെങ്കിൽ, IMT ഗാസിയാബാദിന് എത്ര പേരുണ്ടാവും? ഫോർ എക്സാമ്പിൾ ഞാൻ ആമസോണിൽ പോവുകയാണെങ്കിൽ, ആമസോണിനകത്ത് ഇത്രയും ഇതിനകത്ത് ജോബ് പീപ്പിളിനകത്ത് കയറുകയാണെങ്കിൽ, നിങ്ങളുടെ സ്കൂള്, നിങ്ങൾ പഠിച്ച സ്കൂളും നിങ്ങൾക്ക് ആൾക്കാർ, നിങ്ങളുടെ ഇതിനകത്തുള്ള ആൾക്കാർ എന്ന രീതിയിൽ എല്ലാം ഇതിനകത്ത് കാണും. ദാറ്റ്സ് വൺ വേ ടു ഇന്ററാക്ട് ടു പീപ്പിൾ. അപ്പൊ ഞാൻ എപ്പോഴും ചെയ്യാറ്, സോ ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു ഡ്രീം കമ്പനി ഉണ്ട് ആൻഡ് ഐ വോണ്ട് ടു മൂവ് ടു, ഇപ്പൊ മൈൻഡ് ട്രീ ആണെന്ന് വിചാരിച്ചോളൂ ഫോർ എക്സാമ്പിൾ. ഇഫ് യു വാണ്ട് to move to Mind Tree എന്നുണ്ടെങ്കിൽ, the first thing I do is I check how many people from IMT Ghaziabad is there in Mind Tree. അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. എത്ര പേര് മൈൻഡ് ട്രീയിൽ IMT ഗാസിയാബാദിലുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് മൈൻഡ് ട്രീ ബെസിലിയസ് ഉണ്ട്, എത്ര കണക്ഷൻസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് തിരിച്ചും ചെയ്യാം. തിരിച്ചെങ്ങനെയാ ചെയ്യുക? ഇപ്പൊ മാർ ബെസിലിയസ് ആണെന്ന് വിചാരിച്ചോളൂ, ഞാൻ മാർ ബെസിലിയസ് കയറി ഇതിനകത്ത് കയറിയിട്ട് അലുമിനൈക്ക് കയറിയിട്ട് യു ക്യാൻ സെർച്ച് ബൈ കമ്പനി നെയിം. ആണോ അശ്വിൻ സുധാകർ ആപ്പിളിൽ വർക്ക് ചെയ്യുന്നതാണോ അല്ലെ എന്താണ്? ഇതിനകത്ത് ആരും ഇല്ലെങ്കിൽ, ഇപ്പൊ ഓസ്ട്രേലിയ ആണെങ്കിൽ ഓസ്ട്രേലിയ, അല്ലെങ്കിൽ യു ക്യാൻ ഓൾവേസ് സെർച്ച് തിങ്സ് ഇൻ വെബ്സൈറ്റ്. സോ ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് പ്ലേസ് ടു ഗെറ്റ് കണക്ഷൻസ്. അപ്പൊ ഞാൻ ചെയ്യാറ് എപ്പോഴും എന്താ ചെയ്യാറെന്ന് പറഞ്ഞാൽ, ഇഫ് ഐ വോണ്ട് ടു ഗോ ബിഹൈൻഡ് എ കമ്പനി, സോ വാട്ട് ഐ ഡു ഇസ് ഐ ഗോ ടു മൈ കോളേജ് ആൻഡ് ഐ ട്രൈ ടു സീ ഇഫ് ദർ ഇസ് സം അലുമിനൈ ഹിയർ. ബെസേലിയസ് ആയിരിക്കുന്നത്, ഞാൻ യൂഷ്വലി എപ്പോഴും പോകാറ് IMT ഗാസിയാബാദ് ആണ്. പക്ഷെ ബെസേലിയസ് ആണെങ്കിൽ തന്നെ ഓർ IMT ഗാസിയാബാദ് ആണെങ്കിൽ തന്നെ, യു ഗോ ടു ദാറ്റ് പീപ്പിൾ, അതിനകത്തുള്ള ആൾക്കാർ കയറിയിട്ട് യു സെർച്ച് ചെയ്യ കമ്പനി. നിങ്ങൾ ഈ ആവശ്യമുള്ള കമ്പനിയുടെ പേര് അതിനകത്ത് സെർച്ച് ചെയ്താൽ ഇതിനകത്ത് തന്നെ 2000 അലുമിനൈ ഉണ്ട് ആൻഡ് 15 അലുമിനൈ വർക്ക് ഇൻ ട്രിവാൻഡ്രം. നിങ്ങളുടെ ഈ ട്രിവാൻഡ്രത്തിനകത്ത് കയറി എത്ര പേരുണ്ട്, ഏതാണുണ്ട്. ഇപ്പൊ എനിക്കിപ്പോ എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇത്ര ആൾക്കാരെ പേരെടുത്തിട്ട് എനിക്ക് ഇവരെയൊക്കെ കയറി ഒന്ന് സംസാരിച്ചു നോക്കാം. അപ്പൊ ഗൗരവ്, ഹായ് ദിസ് ഇസ് ഗൗരവ്, ഞാൻ നിങ്ങളുടെ IMT ഗാസിയാബാദ് ബാച്ച് ഓഫ് 2013. Okay, you look like you are working in Apple, right? Can you tell me how do I get to Apple? How did you get to Apple? ഇങ്ങനത്തെ കാര്യങ്ങൾ യു ഹാവ് ടു സംസാരിച്ച് കയറുക. സോ വിച്ച് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് പ്ലേസ് ടു സ്റ്റാർട്ട് വിത്ത്. നിങ്ങളുടെ ഇതിനകത്ത് ആർക്കെങ്കിലും, ഇഫ് യു ഹാവ് ഒരു ഡ്രീം കമ്പനി, ആ കമ്പനിക്കകത്ത് കയറുക, സീ ഹൗ മെനി പീപ്പിൾ ഫ്രം യുവർ കോളേജ് ഇസ് ദെയർ. അതിനകത്ത് കയറാൻ പറ്റുന്ന എത്ര പേരുണ്ടെന്ന് നോക്കുക. ആരും ഇല്ലെങ്കിൽ തന്നെ സീ ഇഫ് ദർ ആർ എനി സെക്കൻഡ് ഓർ തേർഡ് ഡിഗ്രി കണക്ഷൻസ്. സെക്കൻഡ് കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷൻസിന്റെ കണക്ഷൻസ്, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. സീ ഇഫ് യു ക്യാൻ ആസ്ക് പീപ്പിൾ ടു വൗച്ച് ഫോർ യു, അല്ലെങ്കിൽ ആ ആൾക്കാർ വഴി പരിചയപ്പെടാൻ പറ്റും. ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് കോൺവെർസേഷൻസ്. ഓക്കെ, ലിങ്ക്ഡിൻ ആണെങ്കിലും ലൈക്ക് റിയൽ ലൈഫ്, നേരിട്ട് കാണുന്ന ഒരാളെ നിങ്ങൾ ഓടി ചാടി കയറി പിടിച്ച് ഇങ്ങനെ കോളറിൽ പിടിച്ച് ഹായ് എനിക്ക് ആപ്പിളിൽ കയറണം എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇപ്പൊ ഞാൻ വഴി കൂടെ നടക്കുന്ന ഒരാള് എന്നെ വിളിച്ച് ഹലോ ഗൗരവ് എനിക്ക് കോഡ് ഓഫ് ഡ്യൂട്ടിയിൽ വരണം, എന്ത് ചെയ്യണം ചോദിച്ചാൽ ഞാൻ പട്ടാണോ എന്ന് വിചാരിക്കും മനസ്സിൽ. അങ്ങനെ അല്ലല്ലോ. സോ ദർ ഇസ് എ വേ യു സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. സോ യു ആദ്യം നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. Then you have conversations. ഒരു മെന്റർ ആണെങ്കിൽ യു ആസ്ക് ഹിം, ക്യാൻ യു ബി ഒരു മെന്റർ, എനിക്ക് ഇങ്ങനെ കയറണം എന്നുണ്ട് നിങ്ങളുടെ കമ്പനിയിൽ, ക്യാൻ യു മെന്റർ മീ, അല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും. സോ സ്ലോലി നിങ്ങൾ ബിൽഡ് ചെയ്യാം. ഇതിന് ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ 3-2-1 എന്ന് പറയുന്ന എൻ്റെ ഒരു സംഭവം ഉണ്ട്. ദിസ് ഇസ് സംതിങ് ഐ യൂസ് ടു റെഗുലർലി ഫോളോ. സോ 3 likes 2 comments and 1 follow request. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. അല്ലെങ്കിൽ 3 likes 2 comments and 1 direct message. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെടുവാണ്, ഐ സെൻഡ് ദം ഒരു ഫസ്റ്റ് കാര്യം, വെൻ യു ആഡ് സമ്മൺ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ഒരു നിതിൻ AM-നാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ കുര്യൻ ജോസ് കുര്യനെ ഞാൻ ആഡ് ചെയ്യാൻ പോവാണെങ്കിൽ, ഞാൻ മോർ ഇപ്പൊ അല്ലെങ്കിൽ കണക്ട് അയച്ചു കഴിഞ്ഞിട്ട് ആഡ് ദം എ പേഴ്സണൽ നോട്ട്, ഹായ് കുര്യൻ, ദിസ് ഇസ് ഗൗരവ് നന്ദു, like your profile looks very interesting, can we have, it would be lovely to have connection or keep connection with you എന്ന് പറഞ്ഞിട്ട് can we be connected എന്നൊന്ന് ചോദിച്ചങ്ങ് വിടുക.
ആൻഡ് ദ മൊമെന്റ് കുര്യൻ അക്സെപ്റ്റ്സ്, ഞാൻ നൈസായിട്ട് വന്ന് കുര്യന്റെ ഏതെങ്കിലും ഒരു പോസ്റ്റിനകത്തൊക്കെ കയറി ലൈക്ക് അടിക്കും. ഒരു കുറച്ച് സമയം എടുക്കും. അതായത് ഇന്ന് 3 ലൈക്ക്, നാളെ 2 കമന്റ്, മറ്റന്നാൾ മെസ്സേജ്, അങ്ങനെ അയച്ചിട്ട് കാര്യം. യു ഹാവ് ടു ടേക്ക് യുവർ ടൈം. ആ ഒരു സമയം എടുത്ത് യു ഇന്ററാക്ട് വിത്ത് ദം, യു സെൻഡും കുറച്ച് മെസ്സേജസ്, മേക്ക് ഷുവർ യു ഹാവ് എ കോൺവെർസേഷൻ വിത്ത് ദം ആൻഡ് ദെൻ പുട്ട് അക്രോസ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ യു ദെൻ പുട്ട് ഇറ്റ് ടു ഹിം ആൻഡ് ദെൻ ഹി വിൽ അഗ്രി. അപ്പൊ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും നോക്കുക. ദാറ്റ്സ് വൺ ഡേ. സോ ദാറ്റ്സ് ഹൗ യു ഡയറക്ട്ലി അറ്റാക്ക് പീപ്പിൾ. സോ ഇഫ് യു വാണ്ട് ടു ഹാവ്, നിങ്ങൾ തന്നെ നിങ്ങളുടെ അടുത്ത് ചോദിക്കും, വാട്ട് ഈസ് മൈ അജണ്ട ഇൻ ലിങ്ക്ഡ്ഇൻ? അതെന്റെ ഡ്രീം ജോബ് ആണോ? സോ ഇഫ് ഇറ്റ്സ് യുവർ ഡ്രീം ജോബ്, ദ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ഇസ്, ഒന്ന്, നിങ്ങളുടെ ഈ സെയിം ജോലി, സോ ഇഫ് ഇറ്റ്സ് ഒരു ലെറ്റ്സ് സേ ഇറ്റ്സ് പ്രോഡക്റ്റ് മാനേജർ, PM ആവുകയാണ് നിങ്ങളുടെ ഒരു ഡ്രീം ജോബ് എങ്കിൽ, കുറച്ച് PMസിനെ ഫോളോ ചെയ്യാം. ഈ സെർച്ചിനകത്ത് കയറി പ്രോഡക്റ്റ് മാനേജേഴ്സിന് സെർച്ച് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് ഒരു 5-6 പ്രോഡക്റ്റ് മാനേജേഴ്സിനെ ഫോളോ ചെയ്യാം. ലുക്ക് അറ്റ് വാട്ട് ദേ ഡു. ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ്, നിങ്ങളുടെ ഡ്രീം കമ്പനിയിലെ കുറച്ച് ആൾക്കാരെ ഫോളോ ചെയ്യാം. ആൻഡ് യു ടോക്ക് ടു ദം ആൻഡ് സീ വാട്ട് ദേ ആർ, എങ്ങനെയാണ് അവർ ആ കമ്പനി കയറിയ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. ആൻഡ് ദെൻ യു ഫോളോ ഈ 3-2-1 എന്ന് പറയുന്ന ഒരു കോൺവെർസേഷൻ. യു സ്റ്റാർട്ട് സ്ലോലി, പതുക്കെ, 6 മാസം ഒക്കെ സമയം വേണമെങ്കിൽ കൊടുക്കുക. അറ്റ്ലീസ്റ്റ് ഗിവ് ഇറ്റ് ഒരു 1 month ഫോർ പീപ്പിൾ ടു ഗെറ്റ് യൂസ് ടു യു. കോൺസ്റ്റന്റ്ലി മെസ്സേജ് അയക്കുക. ചിലപ്പോൾ ആദ്യമൊന്നും മെസ്സേജ് കാണത്തില്ല, ചിലപ്പോൾ മെസ്സേജ് റിപ്ലൈ ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ അവര് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ പോസ്റ്റിന് കമന്റ് ചെയ്യുക. യു ടെൽ ദം, ഓക്കെ ദിസ് ലുക്സ് വെരി ഇൻട്രസ്റ്റിംഗ്, ഒരു ഗുഡ് ഐഡിയ, അങ്ങനത്തെ കാര്യം. മേക്ക് ഷുവർ ദേ നോട്ടീസ് യു ആൻഡ് ദെൻ യു DMൽ ചെന്നിട്ട് ടോക്ക് ടു ദം, അവരുടെ അടുത്ത് കോൺവെർസേഷൻ ഉണ്ടാക്കുക, ആസ്ക് ദം ദീസ് ക്വസ്റ്റ്യൻസ്. ആൻഡ് ദി സെക്കൻഡ് പാർട്ട് ഇസ് slowly then നിങ്ങൾ പറയാം, അപ്പൊ എനിക്കിങ്ങനെ I wanted to work in your company, so what can I do? Can you be my mentor? Do you have any? അത് ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും, ആഫ്റ്റർ ഇത്രയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഒരു ദിവസം ഫൈൻഡ് you can ask, I am looking for a job change. Is there any openings in your company? I would be happy to discuss that with you. So this takes time. ഇതിന് ഇത്തിരി സമയം എടുക്കും. ബിക്കോസ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. I have talked to people. എനിക്ക് കുറെ ഇന്റേൺഷിപ്സ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ബിഫോർ യു ഡു ദാറ്റ്, വൺ ഇസ് ദേ ഹാവ് ടു, ആ ഒരാള് should understand that you are talented, right? Then you have to give them some time, talk to them. വളരെ ഇമ്പോർട്ടന്റ് കാര്യം. സെക്കൻഡ് ഇസ് പോസ്റ്റിംഗ് ഇൻ ലിങ്ക്ഡ്ഇൻ. നിങ്ങൾ ഈ ആൾക്കാരെ കണക്ഷൻ റിക്വസ്റ്റ് അയച്ച് ചെന്ന് അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും എഫക്റ്റീവ് തിങ് ഇസ് ടു ഭയങ്കര ഓർഗാനിക്കലി യു റൈറ്റ് എന്നാണ്. സോ വിച്ച് ഇസ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പോലെ, ഇറ്റ്സ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു പുട്ട് ഔട്ട് കണ്ടന്റ് റെഗുലർ. അതും ഞാനത് പറയുന്നതിന്റെ കാരണം, there is this time in LinkedIn where I used to post 3 times a week and I used to get കുറെ കണക്ഷൻസും കുറെ ആൾക്കാർ. I used to get a lot of profile views. ഇഷ്ടം പോലെ എന്റെ പ്രൊഫൈൽ വ്യൂസ് 2000 5000 ഒക്കെ കയറിയിട്ടുണ്ട്. പ്രൊഫൈൽ വ്യൂസ്, നമ്പർ ഓഫ് വ്യൂസ്. റൈറ്റ് നൗ I don't, എനിക്ക് അതിനുള്ള ടൈം ഇല്ല. ആൻഡ് I think ആ ഒരു ഫേസ് കഴിഞ്ഞു and I don't have much time here. That's why I don't post regularly right now. പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയം I used to get good results, which is again ഭയങ്കര ഇമ്പോർട്ടന്റ് കാര്യം. So you have to continuously post in LinkedIn. And അത് എത്ര പേരാന്ന് പറയാം, ഞാൻ ഇപ്പോഴും വായിച്ചിട്ടുണ്ട്, എന്തോ 10% ഓഫ് ലിങ്ക്ഡിന്റെ ആൾക്കാരാണ് പോസ്റ്റ് അബൌട്ട് 90% ഓഫ് ലിങ്ക്ഡിൻസ് കണ്ടന്റ് എന്ന് ഞാൻ ഇപ്പോഴും എവിടെ വായിച്ചിട്ടുണ്ട്. കുറെ പേരൊന്നും കണ്ടന്റ് പോസ്റ്റ് ചെയ്യില്ല. ആൻഡ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇൻസ്റ്റാഗ്രാം ഓർ ഫേസ്ബുക്ക്, റൈറ്റ്? It's very difficult to post LinkedIn content and it's very difficult to get traction here. അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. കാരണം ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോസ് ഇട്ട് നിങ്ങൾക്ക് പിടിക്കാം, അല്ലെങ്കിൽ ഒരു റീൽസ് ഒക്കെ ഇട്ടാൽ നിങ്ങൾക്ക് വൈറലൊക്കെ ആവാൻ പറ്റും. അഗൈൻ വിച്ച് ഇസ് ഡിഫിക്കൾട്ട്, അല്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇൻ ലിങ്ക്ഡ്ഇൻ യു ഹാവ് ടു പോസ്റ്റ് സംതിങ് ക്വാളിറ്റി, അല്ലെങ്കിൽ ഇറ്റ് വോണ്ട്. ഒന്നെങ്കിൽ 2 വശമുണ്ട് എല്ലാത്തിലും. യു പോസ്റ്റ് സംതിങ് ഓഫ് ക്വാളിറ്റി, അല്ലെങ്കിൽ അടി ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും. പക്ഷെ അതൊന്നും നിങ്ങളുടെ പ്രൊഫൈൽ ബിൽഡിങ്ങിനാവത്തില്ല. സോ ഇറ്റ്സ് ഓൾവേസ് യു ഹാവ് ടു പോസ്റ്റ്. ഇപ്പൊ പോസ്റ്റ് ചെയ്യുന്ന എന്തൊക്കെ എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ എപ്പോഴും ഈ കോളേജ് പിള്ളേരുടെ അടുത്ത് പറയാറ്, ലോട്ട് ഓഫ് മൈ ജൂനിയേഴ്സ് ഇൻ ബെസേൽ ഇസ് ഓൾസോ, ഞാൻ എപ്പോഴും പറയാറ്, ആൻഡ് ഐ സീ എ ലോട്ട് ഓഫ് പീപ്പിൾ ഡൂയിങ് ദാറ്റ് റൈറ്റ് നൗ, ആൻഡ് അറ്റ്ലീസ്റ്റ് മൈ ജൂനിയേഴ്സ് ഇസ് പോസ്റ്റ് യുവർ വർക്ക്. ഇപ്പൊ നിങ്ങളിപ്പോ IEEE ഇപ്പൊ ഇന്നത്തെ ഈ ഒരു പരിപാടി കഴിഞ്ഞ് ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ക്യാൻ പോസ്റ്റ്, ഓക്കെ, ഹാഡ് എ ലിങ്ക്ഡ്ഇൻ സെഷൻ on LinkedIn building with, you can tag me with Gaurav Nandu, informative session ആയിരുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. It was great fun organizing this, looking forward to hosting more ഇത്, അല്ലെങ്കിൽ stay tuned for more such sessions, അങ്ങനത്തെ കാര്യങ്ങൾ. So if someone who's attending this can write about the session, അങ്ങനെ തുടങ്ങാം. യു ക്യാൻ റൈറ്റ് ദാറ്റ്. സോ നിങ്ങളുടെ ആക്ടിവിറ്റീസ് ആയിരിക്കണം പ്രൊഫഷണലി റിലേറ്റഡ് തിങ്സ് ദാറ്റ് യു ഡു. ഇപ്പൊ നിങ്ങളുടെ മെയിൻ പ്രോജക്റ്റ് ആയിരിക്കാം, നിങ്ങളുടെ മിനി പ്രോജക്റ്റ് ആയിരിക്കാം, കോഡ് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കോളേജ് ചെയ്തൊരു കോഡായിരിക്കാം, ഓർ ഇറ്റ് ക്യാൻ ബി എൻ ഈവന്റ് ദാറ്റ് യു അറ്റൻഡ്, ഇറ്റ് ക്യാൻ ബി ഒരു ന്യൂസ് ആർട്ടിക്കിൾ ദാറ്റ് യു സ്റ്റഡി ആൻഡ് മേക്സ് വിത്ത് സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്. ന്യൂസ് ആർട്ടിക്കിൾ
ഹിന്ദു കാണുന്ന അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടാനല്ല, ബട്ട് ഇറ്റ് ഷുഡ് ബി യുവർ നിങ്ങളുടെ ഒരു ജഡ്ജ്മെന്റ് ഓഫ് ദാറ്റ് ആർട്ടിക്കിൾ. അങ്ങനെ എന്തെങ്കിലും സയൻസ് റിലേറ്റഡ്, പൊളിറ്റിക്കലി റിലേറ്റഡ്, പൊളിറ്റിക്സ് ഇൻ സെൻസ് സോഷ്യോ പൊളിറ്റിക്കലി റിലേറ്റഡ് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ യു ക്യാൻ പോസ്റ്റ് ഇറ്റ് ഹിയർ. സോ മേക്ക് ഷുവർ യു പോസ്റ്റ് തിങ്സ് വിച്ച് ആർ യൂസ്ഫുൾ. ആൾക്കാർ വായിക്കുന്ന ഒരാൾക്ക് ലൈക്ക് അടിച്ച് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റി പോകാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. മേക്ക് ഷുവർ യു പോസ്റ്റ് ദാറ്റ്. ആസ് സ്റ്റുഡൻസ് നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് പോസ്റ്റ് അബൌട്ട് ദി തിങ്സ് ദാറ്റ് യു ഡു ഇൻ കോളേജ്. നിങ്ങളുടെ പ്രോജക്ട്സോ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഈവെന്റ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുക. ഈവൻ ഇഫ് യു ആർ ആൻ ആർട്ടിസ്റ്റ്, നിങ്ങൾ ഒരു ആർട്ടിസ്റ്റാ, ഓർ യു ആർ ഡിസൈനർ, നിങ്ങളുടെ ഡിസൈനർ ആണെങ്കിൽ നിങ്ങളുടെ ഡിസൈനേഴ്സ് പോസ്റ്റ് ഇഷ്ടംപോലെ പേര് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. വിച്ച് UI is better, ഇതാണ് ബെറ്റർ, അതാണ് ബെറ്റർ. സോ യു പോസ്റ്റ്, മേക്ക് ഷുവർ യു പോസ്റ്റ് യുവർ വർക്ക്. സെക്കൻഡ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു ഇസ് be consistent, which is ഭയങ്കര important, which is something that I said, brand building ന്റെ ഒരു കാര്യം. സോ എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യം, വെൻ യു ബിൽഡ്, അതായത് എല്ലാ കമ്പനീസും ചെയ്യുന്ന ഒരു കാര്യം, ഐ തിങ്ക് ആസ് ഇൻഡിവിജ്വൽസ് യു ഷുഡ് ഓൾസോ ഫോളോ, യു ഷുഡ് ഹാവ് എ ബ്രാൻഡ്, യു ഷുഡ് ഹാവ് എ സ്റ്റോറി ലൈൻ. അതായത് നിങ്ങൾ എന്തൊക്കെ പോസ്റ്റ് ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളെ ഞാൻ പോസ്റ്റ് ചെയ്യത്തുള്ളൂ, ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം വിട്ട് വേറൊന്നും പോസ്റ്റ് ചെയ്യത്തില്ല, ആൻഡ് ഐ വിൽ മേക്ക് ഷുവർ ഇറ്റ്സ് ഓഫ് ക്വാളിറ്റി എന്നുള്ളൊരു കാര്യം. സോ ഇപ്പൊ നിങ്ങൾ കമ്പനീസിനെ പറ്റി നോക്കുകയാണെങ്കിൽ കൊക്കക്കോള ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു വഴിയുണ്ട്, ഒരു വാം ഫ്രണ്ട്ലി എന്നൊക്കെ പറയുന്ന രീതി. സോ വെൻ ഗൗരവ് കൃഷ്ണന്ത് പോസ്റ്റ് സംതിങ്, ഒന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഈവെന്റ്സിന്റെ കാര്യമായിരിക്കും പറയാം, അല്ലെങ്കിൽ ഞാൻ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ലൈക്ക് ഒരു സജഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ സംതിങ് ദാറ്റ് ഐ ലേൺഡ് ആയിരിക്കും. ഐ മേക്ക് ഷുവർ ഇറ്റ്സ് ഇൻഫോർമൽ, ഇറ്റ്സ് കുറച്ച് നോളജ്ഫുൾ ആയിരിക്കാം, ആൻഡ് ഇറ്റ് വുഡ് ബി കുറച്ച് ചിൽ. എന്റെ ദ വേ ഓഫ് റൈറ്റിംഗ് ഇസ് ഓൾസോ ഞാൻ കുറച്ച് ചില്ലായിട്ട് ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ ലിങ്ക്ഡിനിൽ ഇടുന്നത്. സോ ഈവൻ ഇഫ് ഇറ്റ്സ് ഇൻസ്റ്റാഗ്രാം, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ സോഷ്യോ പൊളിറ്റിക്കൽ ആയിരിക്കാം. ഐ ഡോണ്ട് പോസ്റ്റ് എനിത്തിങ് പൊളിറ്റിക്കൽ ഇൻ ലിങ്ക്ഡിൻ, പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോൾ ഞാൻ സോഷ്യോ പൊളിറ്റിക്കൽ ആയിരിക്കും, ഞാൻ കുറച്ചും കൂടെ ചില്ലായിട്ട്. യു ഷുഡ് ഹാവ് ഒരു ബ്രാൻഡ്. ഗൗരവ് എന്ന് പറയുന്ന ഒരാള് പുറത്തു നിന്ന് നിങ്ങളെ കാണുമ്പോൾ, അല്ലെങ്കിൽ സമ്മൺ ഹു വ്യൂസ് യു ഫ്രം ഔട്ട് സൈഡ്, വാട്ട് ആർ യു എന്ന് പറയും. സോ ഇഫ് വൺസ് യു സ്റ്റാർട്ട് പോസ്റ്റിംഗ് അപ്പോൾ റോബോട്ടിക്സ്, പെട്ടെന്ന് നാളെ കയറി വന്ന് വേറെ ഒന്നും പോസ്റ്റ് ചെയ്യും. സോ മേക്ക് ഷുവർ യു പോസ്റ്റ് കൺസിസ്റ്റന്റ്ലി, ഒരേ കാര്യത്തെ പറ്റി പോസ്റ്റ് ചെയ്തു പോവുക. രണ്ടാമത്, അത് മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഇന്ന് പറയുന്ന കാര്യം നാളെ വന്ന് തിരിച്ചിടരുത്. അതായത് ഇന്ന് വന്നിട്ട് ഓക്കെ എനിക്കിത് ഇഷ്ടപ്പെട്ടു, ബ്രെയിൻ ഡ്രെയിൻ, ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ പോകുന്നത് വളരെ മോശമല്ലേ, ഇന്ത്യയിൽ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലേ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ട് നാളെ വന്ന് ഇന്ത്യയിൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, ഈ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത് എന്നൊക്കെ പോസ്റ്റ്, രണ്ടും ടോട്ടലി പോളാർ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ്. അത് ഇടരുത്. സോ മേക്ക് ഷുവർ യു ഹാവ് എ ലൈൻ, ഒരു നിങ്ങൾക്ക് തന്നെ ഒരു ബ്രാൻഡ് ഇമേജ് വേണം, ആൻഡ് മേക്ക് ഷുവർ യു പോസ്റ്റ് തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ വെൻ സമ്മൺ വ്യൂസ് യുവർ പ്രൊഫൈൽ, അല്ലെങ്കിൽ വെൻ സമ്മൺ, കാരണം എന്താണെന്ന് അറിയാം, ഇതൊരു ലോങ് ടേം ഇൻഫ്ലുവൻസ്. നിങ്ങൾക്കൊന്നും ഇത് മനസ്സിലാവത്തില്ല. എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പെട്ടെന്ന് വന്ന് കാണുന്ന ഒരു പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഇൻസ്റ്റാഗ്രാം ഒക്കെ കാണുമ്പോൾ ചേട്ടനെ പറ്റി ഇങ്ങനെ ഒരു ഇതുണ്ടാവും നമുക്ക്, അതായത് എനിക്ക് ഇങ്ങനെ ആയിരിക്കും എന്ന് തോന്നും. സോ പീപ്പിൾ മോർ ദേ സീ യുവർ പോസ്റ്റ്, നിങ്ങളെ പറ്റി ഓരോന്ന് പേർക്കും ദർ ഇസ് ദിസ് റിയലൈസേഷൻ, ഇങ്ങനെ ആയിരിക്കും. ദേ ബിൽഡ് തിങ്സ് അറൗണ്ട് യു. നിങ്ങളെ പരിചയപ്പെട്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ ഒന്നെങ്കിൽ ചിലപ്പോൾ അത് റെസ്പെക്ട് ആയിരിക്കും, ചിലപ്പോൾ അത് ഡിസ്റെസ്പെക്ട് ആയിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും, ബട്ട് ദേ ബിൽഡ് തിങ്സ് അറൗണ്ട് യു. സോ മേക്ക് ഷുവർ യു ബിൽഡ് ഇറ്റ് ഫോർ യുവർ സെൽഫ്. നിങ്ങൾ ചുമ്മാ ചറപറാന്നിട്ട് ബാക്കിയുള്ളവർ നിങ്ങളെ സ്ക്രിപ്റ്റ് ഇടുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് മനസ്സിലൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിട്ട് യു പോസ്റ്റ് തിങ്സ് അറൗണ്ട് ഇറ്റ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. ആൻഡ് യു പോസ്റ്റ് തിങ്സ് ലൈക്ക് ഭയങ്കര പുറത്ത് നടക്കുന്ന വളരെ സിമ്പിൾ കാര്യങ്ങൾ, ഭയങ്കര ക്രിസ്റ്റഫർ നോളന്റെ സ്ക്രിപ്റ്റ് ഇടുന്ന പോലത്തെ കാര്യങ്ങളൊന്നും കൊണ്ടിടരുത്. അത് ആരും മൈൻഡ് ചെയ്യാനും പോകുന്നില്ല, ആർക്കും മനസ്സിലാവും. സോ ഷോർട്ട് ആയിട്ട് കാര്യങ്ങൾ, ഇപ്പൊ ഇതൊക്കെ തന്നെയാണെങ്കിൽ ഞാൻ ആ ഒരു ട്രാവലർ വൈഫ് ആൻഡ് ഹസ്ബൻഡില്ലാത്ത ഹസ്ബൻഡ് മരിച്ചപ്പോൾ ഞാൻ ഇട്ടൊരു പോസ്റ്റാണ്. സോ അത് ആ ഒരു സമയത്ത് ആ രാത്രി ഇട്ടപ്പോൾ ഇറ്റ് വാസ് റെലവെന്റ്, ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ എഴുതാറില്ല, ഐ ഡോണ്ട് പുട്ട് ഭയങ്കര കോംപ്ലക്സ് കാര്യങ്ങളൊന്നും ഇടാറില്ല. ഐ മേക്ക് ഷുവർ മൈ വേർഡ്സ് ആർ സിമ്പിൾ. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ മതി. സോ ഫൈനലി ടു എൻഡ് ദിസ്, എനിക്ക് പറയാനുണ്ടായിരുന്ന ഒരു കാര്യം, വാട്ട് ഇസ് ലിങ്ക്ഡ് എന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി, ആൻഡ് ഐ ടോൾഡ് യു ഹൗ ടു build a good profile also. But here is the most important thing. The most important thing is you have to start posting and you have to reach out to people. ഇത് രണ്ടുമാണ് important. പോസ്റ്റ് ഇടുക, people will reach out to you. And you reach out to people, back end കൂടെ you look at people, നിങ്ങളുടെ ഡ്രീം കമ്പനി അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിന്റെ അലുമിനൈസ് ഒക്കെ വഴി you reach out to people, start having conversations. അല്ലാണ്ട് തന്നെ ഫ്രണ്ടിൽ you have to put in a lot of post. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, നിങ്ങൾ പോകുന്ന ഇവന്റ്സ് ആയിരിക്കാം. And you keep in mind that you have a brand. You are going to build a brand around yourself. So if you don't build it for you, someone else would start building it. So make sure you have a script in mind, you follow that, and then you will start seeing results. And takes time. Honestly, it takes time. Okay, ഞാനൊക്കെ തുടങ്ങിയ സമയത്തൊന്നും പട്ടി തിരിഞ്ഞു നോക്കൂല എന്നൊക്കെ പറയുന്ന അവസ്ഥയായിരുന്നു. ഒരു മനുഷ്യനില്ലായിരുന്നു. എനിക്കിപ്പോഴും അറിയാം, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ലൈക്സ് ഇല്ല, ഷെയർ ഇല്ല, ഒന്നുമില്ല. But it will take time. Slowly build ചെയ്ത് വരാൻ പറ്റുന്ന ഒരു കാര്യം. But once you reach ഒരു ലെവൽ, ഒരു മിനിമൽ
എന്തായാലും കിട്ടും. സോ ഇഫ് ഐ പോസ്റ്റ് സംതിങ് റൈറ്റ് നോ, ഐ നോ ക്വാളിറ്റി ഉള്ള, ഈവൻ എന്തെങ്കിലും നല്ലൊരു കാര്യമാണെങ്കിൽ ഇറ്റ് വിൽ റീച്ച് ഒരു 100 likes, അല്ലെങ്കിൽ ഇറ്റ് വിൽ റീച്ച് ഒരു 5,000 ആൾക്കാർ എന്തായാലും കാണുന്നില്ല. സോ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. സോ ഗിവ് ഇറ്റ് സം ടൈം, ലൈക്ക് എനിത്തിങ്, ഗിവ് ഇറ്റ് സം ടൈം, ഇറ്റ് വിൽ വർക്ക് ഔട്ട്. സോ ഇത്ര എനിക്ക് പറയാനുള്ള. ഐ നോ ദ ടൈം ഇസ് ഓൾമോസ്റ്റ് അപ്പ്. സോ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, ഐ വിൽ ബി ഹാപ്പി ടു ടേക്ക്. Hello, guys. You can, if you have any questions or something, you can unmute yourself and ask yourself, or you can put up in the chat box. We'll address it. അതെ, എല്ലാ ധൈര്യമുള്ളവർ മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചാറ്റിൽ ഇടാവുന്നതാണ്. ഇപ്പോ ഇതിനകത്ത് ഇപ്പൊ ധൈര്യം കാണിക്കുന്നതല്ല ഏറ്റവും നല്ലത്. ധൈര്യമായിട്ടായിരുന്നു ചോദിക്കും. ഹലോ ചേട്ടാ, കേൾക്കാം? കേൾക്കാം. ചേട്ടാ, ഞാൻ ഇപ്പോൾ ഈ ലിങ്ക്ഡിൻ ലേണിംഗിൽ സത്യത്തിൽ ഒരു കോഴ്സ് ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് അതിൽ ഒരു സർട്ടിഫിക്കറ്റ് എക്സ്ട്രാക്ഷൻ ഓപ്ഷൻ കാണുന്നില്ലായിരുന്നു. അതിപ്പോ എങ്ങനെയാ ഒരു ഫ്രീ എന്തോ പ്രീമിയം എടുത്താലേ കിട്ടത്തുള്ളൂ, അതോ അല്ല, എനിക്ക് തോന്നുന്നില്ല അവർക്ക് സർട്ടിഫിക്കറ്റ് ആയിട്ട് തരും തോന്നുന്നില്ല ലിങ്ക്ഡിൻ. ഐ തിങ്ക് ഇറ്റ് ഗെറ്റ്സ് അറ്റാച്ച്ഡ് ടു നിങ്ങളുടെ പ്രൊഫൈൽ എന്നാണ് എന്റെ ഒരു വിശ്വാസം. കംപ്ലീറ്റ് ആക്കിയായിരുന്നു അത്. വീഡിയോസ് എല്ലാം കണ്ടായിരുന്നു, പക്ഷെ കുറച്ച് ഇതിന്റെ വർക്ക്ഔട്ട്സ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ വർക്ക്ഔട്ട്സും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല അത്. ഐ ഡോണ്ട് തിങ്ക് യു ഗെറ്റ് സർട്ടിഫിക്കറ്റ്സ്. പക്ഷെ എനിക്ക് തോന്നുന്നു അത് നിങ്ങളുടെ പ്രൊഫൈലിൽ അറ്റാച്ച് ആവും. അത് മതിയല്ല. ഒരു കാര്യമുണ്ട്, ഏതൊരു കമ്പനിയിലും നിങ്ങളിപ്പോ ഒരു ജോലിക്ക് പോയിരിക്കുമ്പോൾ ആരും ഇപ്പൊ സർട്ടിഫിക്കറ്റ് എടുത്ത് ചോദിക്കത്തൊന്നുമില്ല. 10th 12th മാർക്സ് ലിസ്റ്റ് അല്ലാണ്ട് നിങ്ങൾ ഈ സിവിക്കകത്ത് വയ്ക്കുന്ന സർട്ടിഫിക്കറ്റ്സിന്റെ ഫോട്ടോ കോപ്പി ഒന്നും ആരും ചോദിക്കില്ല. അവരതിനെപ്പറ്റി ചോദിക്കുന്നേ ഉള്ളൂ. സോ യു ഡോണ്ട് ഹാവ് ടു വെറി അബൌട്ട് സർട്ടിഫിക്കറ്റ്സ്. പക്ഷെ വൺസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ യു ക്യാൻ മെൻഷൻ ഇറ്റ് ഇൻ യുവർ CV. അത് ഓട്ടോമാറ്റിക്കലി ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ആഡും ആവാം. നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ് അത് നിങ്ങൾക്ക് CV-യിൽ കാണിക്കുകയും ചെയ്യാം. അല്ല, സർട്ടിഫിക്കറ്റിന്റെ ഹാർഡ് കോപ്പി എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഹലോ. ഹലോ. ഈ ലിങ്ക്ഡിനിൽ ഫോളോ ചെയ്യുന്നതും നമ്മൾ കണക്ട് ചെയ്യുന്നതും ഡിഫറൻസ് എങ്ങനെയാണ്? ചില ആൾക്കാർ ഇത് കണക്ട് ആണ് കാണുന്നത്, പക്ഷെ ചില ആൾക്കാർ ഫോളോ ആ കാണുന്നത്. ഐ മീൻസ് നോർമലി ഉള്ള ആൾക്കാർ പോലും. ഓക്കെ, അത് ഞാൻ ക്രിയേറ്റർ മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇപ്പോ നിങ്ങൾക്ക് ഈ ക്രിയേറ്റർ മോഡ് എന്ന് പറഞ്ഞൊരു മോഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അത് ഓൺ ആക്കുന്നവർക്കാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ വരുന്നത്. നിങ്ങളുടെ ഈ കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ പോലെ. സോ ഇറ്റ് മീൻസ് യു ആർ എ ക്രിയേറ്റർ ആൻഡ് പീപ്പിൾ ക്യാൻ ഫോളോ യു. മനസ്സിലായി? ഇപ്പൊ ഫോളോ എന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് കണക്ടിങ് വിത്ത് ദം, യു ആർ ജസ്റ്റ് സീയിങ് ദെയർ പോസ്റ്റ്. അപ്പൊ അവർക്ക് നിങ്ങളെ തിരിച്ച് ഫോളോ ചെയ്യണമെന്നില്ല. കണക്ഷൻ എന്ന് പറഞ്ഞാൽ യൂസ്വലി നിങ്ങൾ ഒരു കണക്ഷൻ റിക്വസ്റ്റ് അയക്കും. ഞാൻ അക്സെപ്റ്റ് ചെയ്യുമ്പോഴെല്ലാം നമ്മൾ തമ്മിൽ ഫ്രണ്ട് റിക്വസ്റ്റ് പോലെ അക്സെപ്റ്റ് ആവും. ക്രിയേറ്റർ മോഡ് ഓൺ ആക്കുമ്പോൾ യു ക്യാൻ ഫോളോ ദം. അപ്പൊ അങ്ങനെ ക്രിയേറ്റർ മോഡ് ഓൺ ആക്കിയവരെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും പറ്റും. പക്ഷെ എല്ലാവർക്കും, ഈവൻ ഇവർക്ക് ഈ ഫോളോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് മാത്രമേ ഇവിടെ ഉള്ളൂ എങ്കിലും മോറിനകത്ത് കയറി യു ക്യാൻ സെൻഡ് ദം എ കണക്ഷൻ. വലിയ ഭയങ്കര കാര്യമൊന്നുമില്ല, വളരെ ഓണസ്റ്റ്ലി. കുറെ പേർക്ക് ലൈക്ക് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ലെവൽ എത്തുമ്പോൾ കുറെ പേർക്ക് ഈ 15,000 20,000 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും പരിചയമുള്ളവരെ മാത്രം നിങ്ങൾ കണക്ഷൻ ആക്കിയാൽ മതി. ബാക്കി എല്ലാവരെയും നിങ്ങൾക്ക് ഫോളോവേഴ്സ് ആക്കി വെക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണത്. ഓക്കെ, എനിക്ക് നിലവിൽ ഇപ്പൊ 94 കണക്ഷൻസ് ആണുള്ളത്. അത് ഒരു സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പർ ആണോ? ആക്ച്വലി 94 സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ, എടാ യു ആർ എ സ്റ്റുഡന്റ്. അതൊന്നും അങ്ങനെ ഇതില് ലിമിറ്റ് നമ്പേഴ്സ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ 100ന്റെ മുകളിൽ വേണം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ സ്റ്റുഡന്റ് ആയി, ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഹാവ് മോർ എന്നേ ഉള്ളൂ. അതിപ്പോ 3000 ചിലപ്പോൾ ഒരു വലിയ നമ്പർ ഒന്നും അല്ല, ചിലപ്പോഴൊന്നല്ല, അതൊരിക്കലും ഒരു വലിയ നമ്പർ ഒന്നും അല്ല. നാളെ ഏതെങ്കിലും നല്ലൊരു TEDx സ്പീക്കർ ആണ് വരുന്നതെങ്കിൽ he will have 15,000 20,000. നമ്പർ ഒന്നും ഒരു കാര്യമല്ല. നമ്പർ തരാനോ വലിയ യൂസ് ഒന്നുമില്ല നമ്പർ വെച്ചിട്ട്. ഇറ്റ്സ് ഓൾവേസ് വാട്ട് ഡു യു പുട്ട് ഔട്ട് എന്നുള്ള രീതിയിലാണ്. സോ ഈവൻ ഇഫ് ഇറ്റ്സ് 49 ഈ 49 വരെ യു ട്രൈ ബിൽഡിംഗ് ഇറ്റ്. ഓഫ് കോഴ്സ് ഇൻക്രീസ് ചെയ്യുന്ന വളരെ നല്ലതായിരിക്കും. ബട്ട് ഡോണ്ട് ലുക്ക് അറ്റ് നമ്പേഴ്സ്, ലുക്ക് അറ്റ് ദി കണ്ടന്റ് ദാറ്റ് യു പുട്ട്. അപ്പൊ അഖിലല്ലേ, അഖിൽ എന്തെങ്കിലും കണ്ടന്റ് ഇടാറോ? ഓക്കെ, അല്ല, അഖില് ക്വസ്റ്റ്യൻ ആയിരുന്നു. അഖില് കണ്ടന്റ് ഇടാറുണ്ടോ? ഇല്ലെങ്കിൽ സ്റ്റാർട്ട് പുട്ടിംഗ് ഔട്ട് കണ്ടന്റ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി കണക്ഷൻസും റിക്വസ്റ്റ് ഒക്കെ കൂടിക്കോളും. കുഴപ്പമില്ല. നമ്പേഴ്സ് ആരും ഫോളോ ചെയ്യണ്ട. അത് ലിങ്ക്ഡിനകത്തല്ല, ഇൻസ്റ്റാഗ്രാമില് നമുക്ക് ഇൻസ്റ്റാഗ്രാം ലോകത്ത് നമുക്ക് വന്നുപോയ ഒരു പ്രശ്നമാണ് ലൈക്ക് ലുക്ക് അറ്റ് ഫോളോവേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇറ്റ്സ് ലിങ്ക്ഡിൻ. വേറൊരു കാര്യം ഉണ്ടോ, ലിങ്ക്ഡിനില് ലൈക്ക് കണക്ഷൻസ് വരുന്നുണ്ടെന്നൊരു കാര്യമല്ല. സോ ഇൻസ്റ്റാഗ്രാമില് ഇഫ് യു ഹാവ് 10,000 ഫോളോവേഴ്സ്,
നിങ്ങളുടെ പോസ്റ്റ് 10,000 പേരെങ്കിലും കാണും എന്നുള്ള രീതിയിലുണ്ട്. പക്ഷെ ലിങ്ക്ഡിന്റെ പോസ്റ്റിന്റെ ഈ വൈറലാവുന്നതിന്റെ രീതി, ലിങ്ക്ഡിന്റെ എൻഗേജ്മെന്റ് രീതി വളരെ ഡിഫറെന്റ്. അതായത് എന്റെ ഒരു പോസ്റ്റ് എന്റെ ഫ്രണ്ട്സ് കാണും, അവര് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അവരെ ഫ്രണ്ട്സ് കാണും, അവര് കമന്റ് ചെയ്യുകയാണെങ്കിൽ അവരെ ഫ്രണ്ട്സ്, പിന്നെ അതിനകത്ത് ഒരാൾ ലൈക്ക് ചെയ്ത് അവരെ ഫ്രണ്ട്സ് കാണും. സോ യു ഡോണ്ട് റിയലി നീഡ് ടു ഗെറ്റ് കണക്റ്റഡ് ടു 10,000 പേർ, അല്ലെങ്കിൽ യു ഡോണ്ട് റിയലി നീഡ് ടു ഗെറ്റ് ഫോളോവേഴ്സ് 10,000 ഫോളോവേഴ്സ് പോസ്റ്റ് 10,000 പേരിലെത്താൻ. സോ അവരെ അൽഗോരിതം ഡിഫറെന്റ് ആണ്. സോ യു ഡോണ്ട് ഹാവ് ടു ലുക്ക് അറ്റ് നമ്പേഴ്സ്, യു ഹാവ് ടു ജസ്റ്റ് ലുക്ക് അറ്റ് ക്വാളിറ്റി പോസ്റ്റ്. നിങ്ങളൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പോസ്റ്റ് എഴുതുകയാണെങ്കിൽ it will reach to a lot of people and you will numbers will automatically get coming in, start coming in. So it's okay. Okay, thank you. Yeah. Hello, Cheda. Yeah, hi. Sorry. ഒരു ഡൗട്ട്, നമുക്ക് പ്ലേസ്മെന്റ് ട്രെയിനിങ്ങിന് വന്നൊരു സാറ് പറഞ്ഞായിരുന്നു ലിങ്ക്ഡിൻ ഇപ്പം ഡൈയിങ് ആണ്, അതിന്റെ പകുതി ബെറ്റർ ആണ് ഗ്ലാസ് ഡോർ. അപ്പം ഗ്ലാസ് ഡോർ നമ്മൾ സീരിയസ് ആയിട്ട് നോക്കണോ അതോ? ഇല്ല, രണ്ടും ഓക്കെ. ഇപ്പൊ ഒരു കാര്യം, എനിക്ക് ഗ്ലാസ് ഡോർ എനിക്കറിയാവുന്ന യൂസ് വേറെയാണ്. അത് ഇനിയിപ്പോ അവർ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഗ്ലാസ് ഡോർ ഇസ് എ പ്ലേസ് വേർ യു പുട്ട് റിവ്യൂസ് ഓഫ് കമ്പനീസ് അല്ലെ. ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനി, ഇപ്പൊ ഞാൻ ഗ്ലാസ് ഡോർ ഉപയോഗിക്കുന്ന, ഞാനിപ്പോ നാളെ ഒരു കമ്പനിയുടെ ഇന്റർവ്യൂവിന് പോവാണെങ്കിൽ ഞാൻ ആ കമ്പനീനെ പറ്റി ഗ്ലാസ് ഡോർ സെർച്ച് ചെയ്ത് നോക്കും. അപ്പൊ അതിനകത്ത് പറയും 3 സ്റ്റാർ ആണ്, 4 സ്റ്റാർ റിവ്യൂസ് ആണ്, ഈ കമ്പനി ഇസ് നോട്ട് ഗുഡ് പ്ലേസ് ടു വർക്ക് ഇൻ, അല്ലെങ്കിൽ ദിസ് കമ്പനി ഇസ് എ ഗുഡ് പ്ലേസ് ടു വർക്ക് ഇൻ എന്ന് there will be details there. Okay, ada glass door basically it's a place where you can review your company that you work in. It's nowhere close to LinkedIn is a place where you get connected. Alada glass door is LinkedIn ചെയ്യുന്നതിന്റെ ഒരു 3% പോലും ഗ്ലാസ് ഡോർ ചെയ്യുന്നില്ല, ഭയങ്കര ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. ആൻഡ് ലിങ്ക്ഡിൻ ഇസ് ഡൈയിങ് എന്ന് പറയുന്ന ഒരു ശുദ്ധ മണ്ടത്തരം. ഐ ഡോണ്ട് നോ, ഇപ്പൊ എനിക്കറിയത്തില്ല ഈ ഒരു ആളാരാ, അങ്ങനെ എന്ത് കൺസെപ്റ്റിലാ, എന്ത് ഇതിലാ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അതൊരു വലിയ മണ്ടത്തരം ആണ്. കാര്യം ഞാൻ വർക്ക് ചെയ്യുന്ന സ്പേസ് ഇതാ. സോ ഐ സീ ഇറ്റ് ഗ്രോയിങ് എവറി ഡേ. ഞാൻ ലിങ്ക്ഡിനിൽ മാർക്കറ്റ് ചെയ്യാൻ പോകുമ്പോഴും ലിങ്ക്ഡിന്റെ കമ്പനിയുടെ പോളിസീസ് ആണെങ്കിലും അവരെ നമ്മളിപ്പോ മാർക്കറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആൻഡ് തിങ്സ് ദാറ്റ് യു ഫൈൻഡ് മോർ ആൻഡ് മോർ കമ്പനീസ് ആർ യൂസിങ് ലിങ്ക്ഡിൻ. ഞാൻ പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്നാണ്. ലിങ്ക്ഡിൻ ഇസ് ജസ്റ്റ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. ഇപ്പൊ ഡൈയിങ് എന്ന് പറയുന്ന ഫേസ്ബുക്കാണ്. ഫേസ്ബുക്ക് ഇസ് ഡൈയിങ് ഇസ് സംതിങ് ദാറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ സേയിങ്. കറന്റ്ലി ഫേസ്ബുക്ക് ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഗെറ്റിംഗ് കുറെ കോഗുലേറ്റഡ് ആണ്, കുറെ ആൾക്കാർക്ക് ഉപയോഗിച്ച്. ഇറ്റ്സ് എ പ്ലേസ് ദാറ്റ്സ് ഡൈയിങ് ലിറ്ററലി. അതുകൊണ്ടാണ് ആസ് എ കമ്പനി മെറ്റ ഇസ് ട്രൈങ് ടു എക്സ്പാൻഡ് ടു ഇൻസ്റ്റാഗ്രാമും വേറെ കാര്യങ്ങളും ഉണ്ട്. ബട്ട് ലിങ്ക്ഡിൻ ഇസ് ജസ്റ്റ് സ്റ്റാർട്ടിങ് ഔട്ട് ആൻഡ് ദേ ആർ ബ്രിങ്ങിങ് ഇൻ കുറെ കൺസെപ്റ്റ്സ് വിച്ച് ഇസ് ഗോയിങ് ടു ചേഞ്ച് ദ വേ ദിസ് ഇസ്. സോ ഗ്ലാസ് ഡോർ എന്ന് പറയുന്നത് ഇപ്പോഴും റിവ്യൂ ചെയ്യാനുള്ള ഒരു സ്പേസ് എന്നല്ലാണ്ട് I don't think there is another use for it. So ഇപ്പൊ ഉണ്ട് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഓക്കെ, വെൽ ആൻഡ് ഗുഡ്, ബട്ട് പീപ്പിൾ ആർ നോട്ട് യൂസിങ് ഇറ്റ് ഫോർ ദാറ്റ്. കാരണം ഞാൻ ലൈവായിട്ട് പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഗ്ലാസ് ഡോർ ഞാൻ കമ്പനീസിന്റെ റിവ്യൂസ് നോക്കാൻ എന്നല്ലാണ്ട് അതിനകത്ത് ഇപ്പൊ നീ ഒരു ഗ്ലാസ് ഡോർ പ്രൊഫൈൽ ഉണ്ടാക്കി അത് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മേക്ക് ഷുവർ യു യൂസ് ലിങ്ക്ഡിൻ. സോ ട്രസ്റ്റ് മീ, ലിങ്ക്ഡിൻ ഡൈയിങ് ഒന്നല്ല. അത് ആൾക്കാർ ചിരിക്കും ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഈ ഒരു വ്യക്തി ഇത് പുറത്തു പറഞ്ഞു. ബട്ട് these are both two different things. Okay, Glassdoor is a place where you review your company. So അത് ഞാൻ അതിനകത്ത് എന്റെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നല്ലാണ്ട് ഐ ഹവ് നോട്ട് ഡൺ എനിത്തിങ് ഇൻ Glassdoor. അത് ഞാൻ ഏതെങ്കിലും കമ്പനി, ആൻഡ് ഈവൻ ഇറ്റ് കനോട്ട് ബി ട്രസ്റ്റഡ്. ഭയങ്കര ഓണസ്റ്റ്ലി Glassdoor റിവ്യൂസ് എല്ലാം പല കമ്പനീസിനും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടന്ന് മറിയുന്ന റിവ്യൂസ് ആണുള്ളത്. സോ അതും ഞാൻ വലുതായിട്ടൊന്നും, ഇറ്റ്സ് നോട്ട് എ പ്ലേസ് വെയർ ഐ ഗോ ഇൻ കംപ്ലീറ്റ്ലി ട്രസ്റ്റ്. പക്ഷെ നേരെ മറിച്ച് ലിങ്ക്ഡിൻ ഇസ് സംതിങ് ദാറ്റ് ഐ ലുക്ക് അറ്റ്. സോ ലിങ്ക്ഡിനിൽ ഞാനൊരു കമ്പനി, ഇഫ് ഇറ്റ്സ് എ സ്റ്റാർട്ടപ്പ്, ഞാൻ അവരെ എത്ര ആൾക്കാരുണ്ട് ലിങ്ക്ഡിനിൽ, അവരെ ഫൗണ്ടേഴ്സ് ലിങ്ക്ഡിനിൽ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇറ്റ്സ് എ പ്ലേസ് വെയർ ഐ കൻ ഗെറ്റ് അഷ്വറൻസ്. ഐ ഹവ് നെവർ ഗോട്ട് അഷ്വറൻസ് ഫ്രം Glassdoor. സോ ബോത്ത് ആർ ടു ഡിഫറെന്റ് തിങ്സ് ആൻഡ് ലിങ്ക്ഡിൻ ഇസ് നോട്ട് ഡൈയിങ്. അതൊന്നും ആലോചിക്കുക പോലും വേണ്ട. വീണ്ടും പറയണേ, ഞാൻ ഇതേപോലെ പലവരും പല കാര്യങ്ങളും പറയും. ഫസ്റ്റ് തിങ് ഇസ് നമ്മൾ നമ്മുടെ സ്വന്തം റിസർച്ച് ചെയ്യും. ഇപ്പൊ എന്റെ കാര്യം തന്നെ, യു ഡോണ്ട് ഹാവ് ടു ബിലീവ് വാട്ട് ഐ സേ ഓൾസോ. ഞാൻ എന്റെ കാര്യം കൂടെ അതിനകത്ത് ഇട്ടിട്ടാ പറയും. ഞാൻ പോലെ പകുതി 3/4 പേര് ഇതിനകത്ത് ചിലപ്പോ ഈ പറഞ്ഞ ആൾക്ക് വേറെ പല പോയിന്റ്സും ഉണ്ടാവും. സോ പെർസ്പെക്റ്റീവ്സ് ആണ് ലോകത്ത് ഓടുന്നത്. സോ യു വിൽ ഹാവ് ടു ക്രിയേറ്റ് യുവർ ഓൺ പെർസ്പെക്റ്റീവ്. സോ നിങ്ങൾ തന്നെ വായിക്കുക. ഇപ്പൊ അതിന് ലിങ്ക്ഡിനിൽ കയറി നോക്കുക, നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടോ നോക്കുക. ഡോണ്ട് ട്രസ്റ്റ് മൈ വേർഡ് അലോൺ. അങ്ങേരെ വേർഡും ട്രസ്റ്റ് ചെയ്യണ്ട. ജസ്റ്റ് സീ
നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക. അതുപോലെ പല ആൾക്കാരും പലതും പറയും. സോ നമ്മൾ നമ്മുടെ കാര്യം നോക്കുക എന്ന മേക്ക് ഷുവർ നിങ്ങൾ തന്നെ കയറി ചെന്ന് അന്വേഷിച്ച് see if you are getting results. ഹലോ ചേട്ടാ. Yeah, hi. ഞാൻ ഒരു സീനിയറിനായിട്ട് സംസാരിച്ചപ്പോ ആ സീനിയർ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ലിങ്ക്ഡിൻ പ്രൊഫൈലില് വേറൊരു ഹൈ പ്രൊഫൈൽ കമ്പനിയുടെ എക്സ്പീരിയൻസും ലെവൽസും ക്രൈറ്റീരിയസും സാറ്റിസ്ഫൈ ചെയ്തപ്പോ ലിങ്ക്ഡിൻ വഴി അപ്ലൈ ചെയ്തിട്ട് ജോബ് കിട്ടി എന്ന് പറഞ്ഞു. ആ ഒരു ബിസിനസിനെ കുറിച്ച് ചേട്ടന് അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാമോ? ലൈക്ക് അതില് അങ്ങനെ നമുക്കിപ്പോ താല്പര്യമുള്ള കമ്പനിയുടെ അങ്ങനത്തെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നുള്ളത് ആ കമ്പനിയുടെ പ്രൊഫൈലിൽ കയറി ചെക്ക് ചെയ്യുന്നത് എങ്ങനെ, പിന്നെ അങ്ങനെ ഒരു ജോബ് പ്രൊഫൈൽ അവിടെ കിടപ്പുണ്ടെങ്കിൽ അതിന് നമുക്ക് ക്രൈറ്റീരിയ നമ്മളുടെ സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് ചേട്ടൻ അറിയാവുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാമോ? പറഞ്ഞുതരാം. അപ്പൊ നമുക്കിപ്പോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ലിങ്ക്ഡിനിൽ ജോബ്സ് എന്ന് പറഞ്ഞൊരു പോർട്ടൽ ഉണ്ട്. ഓക്കെ, ഈ ജോബ്സ് പോർട്ടലിൽ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് പറയാം. എനിക്ക് ഇതിനകത്തൊരു ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ഒരു ഭയങ്കര ക്രൈറ്റീരിയ ഉണ്ടോ, ഗുഡ് വേ ടു ഡു ഇറ്റ് എന്നൊന്നും എനിക്കറിയില്ല. ഹിയർസ് വാട്ട് ഐ ഡു. ഞാൻ എന്താ ചെയ്യാറെന്ന് പറഞ്ഞാൽ യൂഷ്വലി ജോബ്സ് എന്ന് പറഞ്ഞൊരു പോർട്ടലിനകത്ത് കയറിയിട്ട് സോ ഇഫ് ഐ എം ലുക്കിംഗ്, ഞാനൊരു പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് മാനേജർ. ഓക്കെ, സോ അപ്പോൾ എനിക്ക് ആദ്യം തന്നെ കയറുമ്പോൾ ദേ വിൽ ഗിവ് മീ മോർ ജോബ്സ്. അപ്പൊ എനിക്കുള്ള ജോലി ജോബ്സ് ഫോർ യു എന്ന് പറഞ്ഞ് പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് മാനേജർ എന്നൊക്കെ പറഞ്ഞു വരും. സോ വാട്ട് ഐ ഡു ഇസ് ഞാൻ ദീസ് ആർ ഓൾ ജോബ്സ് ദാറ്റ് ആർ പോസ്റ്റഡ് ബൈ ദ കമ്പനി. ഇപ്പൊ Xiaomi ഇന്ത്യയുടെ ഒരു പോസ്റ്റ് ആണ് പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് they have a job and they have posted it and they are actively recruiting എന്നാണ്. സോ the moment I click on it, ഇതിനകത്ത് വരും ഓക്കെ എത്ര എംപ്ലോയീസ് ഉണ്ട്, ഈ കമ്പനീനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസ് ഇതിനകത്ത് വരും. യു ഡോണ്ട് ഹാവ് ടു ലുക്ക് അറ്റ് പ്രീമിയം. നിങ്ങൾ ഇതിനകത്ത് വന്നിട്ട് ഓക്കെ വെയിറ്റ്, ഇതിനകത്ത് അതിനകത്തൊന്നും ഇട്ടിട്ടില്ല. ലെറ്റ്സ് ലുക്ക് അറ്റ് ഒരു കമ്പനി വിച്ച് ഇസ് ഡ്രീം 11 what they have done is അവര് അസിസ്റ്റന്റ് മാനേജർ ഇൻ ബ്രാൻഡ് മാർക്കറ്റിംഗ്. ഓക്കെ, ആൻഡ് they have put in അവരെ റോളിനെ പറ്റിയും ഇട്ടിട്ടുണ്ട്, മസ്റ്റ് ഹാവിനെ പറ്റി ഇട്ടിട്ടുണ്ട്, ഗുഡ് ടു ഹാവ് ഇട്ടിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യാറെന്ന് പറഞ്ഞാൽ there are 2 things I do. ഫസ്റ്റ് ഞാൻ ബ്രാൻഡ് മാർക്കറ്റിംഗിലാണ് ഞാൻ ജോലി ചെയ്യാൻ പോകുന്നതെങ്കിൽ ഞാൻ ഇതേപോലെ ഒരു 10 ഇതിനകത്ത് നിങ്ങൾക്ക് ബ്രാൻഡ് മാർക്കറ്റിംഗ് ഇടാം. ഓക്കെ, അപ്പൊ ബ്രാൻഡ് മാർക്കറ്റിംഗ് അല്ല, നിങ്ങളുടെ പൈത്തൺ ഡെവലപ്പർ എന്ന് വെച്ചോ. ഞാൻ ഐ തിങ്ക് ദിസ് മേക്ക് മോർ സെൻസ്. ഓക്കെ, പൈത്തൺ ഡെവലപ്പർ. ഞാൻ പൈത്തൺ ഡെവലപ്പർ എന്ന് സെർച്ച് ചെയ്യും. അപ്പൊ പൈത്തൺ ഡെവലപ്പർ എന്ന് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് ഇപ്പൊ കുറെ കമ്പനീസ് ഓക്കെ ടെക്നിക്കൽ ഓപ്പറേഷൻസ് എഞ്ചിനീയർ പൈത്തൺ ഡെവലപ്പർ ഒറാക്കിൾ, ഇപ്പൊ 3-4 ഇങ്ങനെ കുറെ ജോലികൾ വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അതിനകത്ത് കയറുമ്പോൾ ഓരോന്ന് ജോലിക്കകത്തും സി മോർ എന്ന് പറഞ്ഞിടുമ്പോൾ ദേ വിൽ ഹാവ് സംതിങ് കോൾഡ് ആസ് JD, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം ഇതിനകത്ത് ഇടും. സോ എത്ര ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് വേണം, വാട്ട് ആർ ദ റിക്വയർഡ് സ്കിൽസ്, വാട്ട് ആർ ദ റിക്വയർഡ് നോളജ് എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഇടും. പൈത്തൺ ഡെവലപ്പർ ഇതിനകത്ത് തന്നെ പോവുകയാണെങ്കിൽ തന്നെ സി മോറിനകത്ത് കയറിയ ഓക്കെ റെസ്പോൺസിബിലിറ്റീസ് ഇൻക്ലൂഡ്സ് ഡിസയർഡ് സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സോ ദ ബെസ്റ്റ് തിങ് ദാറ്റ് ഐ ഡു ഇസ് ഈ ചോദിച്ച പോലെ എന്താണ് ഈ കമ്പനി നോക്കുന്ന സ്കിൽസ്, എങ്ങനെ ഞാൻ ഇത് സോൾവ് ആവുന്നോ, ഡസ് ദിസ് ഫിറ്റ് മീ നോക്കുന്ന അവരെ പോസ്റ്റ്. അപ്പൊ ഞാൻ തോന്നുന്നു ഈ സീനിയർ ഈ കമ്പനിയുടെ അകത്ത് കയറി അവരെ ജോബ്സിനകത്ത് കയറി കാണും. ജോബ്സിനകത്ത് കയറുമ്പോൾ ഈ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. അതിനകത്ത് 3-4 വായിച്ചിട്ട് വെൻ ഹി തോട്ട് ഹി മേക്ക് സെൻസ് എന്ന് പറയുമ്പോൾ അപ്ലൈ ചെയ്ത് കാണും. സോ ഈസി അപ്ലൈ ഉണ്ടാവും. ചിലവർക്ക് അത് ഡയറക്റ്റ് വേണമെങ്കിൽ, പ്രീമിയം ഉള്ളവർക്ക് റിക്രൂട്ടറിന് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പക്ഷെ ഇങ്ങനെയായിരിക്കും ആ പയ്യൻ കയറിയത്. ഇത് വൺ വേ ടു ഡു ഇറ്റ്. ഞാൻ ചെയ്യാറുള്ള വഴി ഞാനൊരു ഇഫ് ഐ എം ലുക്കിംഗ് ടു വർക്ക് ഇൻ പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബ്രാൻഡ് മാർക്കറ്റിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ പൈത്തൺ എഞ്ചിനീയർ ആണ് ഞാൻ ആവാൻ പോകുന്നതെങ്കിൽ, ഞാൻ ഇതേപോലെ ഒരു 5 ജോലി തുറക്കും. ആൻഡ് ഐ റീഡ് ത്രൂ ദിയർ എൻറ്റയർ ഡിസൈർഡ് സ്കിൽസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് നോക്കും. എന്നിട്ട് ഞാൻ നേരത്തെ വന്ന പോലെ എന്റെ ഫുൾ പ്രൊഫൈൽ ഞാൻ ഇവരെ കീവേഡ്സ് വെച്ച് ഞാൻ ഇടും. ഇതിനകത്ത് തന്നെ എക്സ്പീരിയൻസ് ഇൻ റെസ്റ്റ് API ഡെവലപ്മെന്റ് ഐ നോ വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം എന്റെ കമ്പനി നോക്കുന്നത് ഒരു കാര്യം. അപ്പൊ ഞാൻ ഐ നോ എന്റെ CVക്കകത്ത് അല്ലെങ്കിൽ എന്റെ റെസ്യൂമിനകത്ത് റെസ്റ്റ് API ഡെവലപ്മെന്റ് സംതിങ് ദാറ്റ് ദേ ആർ ഗോയിങ് ടു ലുക്ക് അറ്റ്. ഞാൻ നേരെ എടുത്ത് ഇതിനകത്ത് ഞാൻ നോക്കും. അടുത്ത ഈ ടെക്നിക്കൽ ഓപ്പറേഷൻസ് എഞ്ചിനീയറിൽ നോക്കും. 2+ years in ഇത് സർവേ സ്ക്രിപ്റ്റിംഗ് ഓർ DP, ജീര ഫോർ ടിക്കറ്റ്. അപ്പൊ കണ്ടോ, ജീര എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഫോർ ടിക്കറ്റ് ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. അപ്പൊ ജീര ഒരു അജൈൽ ഇതൊക്കെയാണ് അവർ നോക്കുന്നത്. സോ ദിസ് ഐ വിൽ പുട്ട് ഇറ്റ് ഇൻ മൈ പ്രൊഫൈൽ, ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഇടും, എന്റെ CVക്കകത്ത് ഇടും. ആൻഡ് ദെൻ ഐ ഗോ ആൻഡ് അപ്ലൈ. ഇത് നിങ്ങൾ പണ്ട് മുതലേ ആൾക്കാർ JD എന്ന് പറയുന്ന ഒരു സാധനം, പണ്ട് ഈ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ JDക്ക് അനുസരിച്ച് റെസ്യൂമെ പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യം. പണ്ടൊക്കെ ആണെങ്കിൽ വളരെ പാടാണ്. കാരണം ബയോഡേറ്റ എന്ന് പറയുന്ന ഒരു സാധനം ഒരെണ്ണം ഉണ്ടാക്കി വെക്കും. പക്ഷെ നൗ എവറിത്തിങ് ഇസ് ഓൺലൈൻ, ഇറ്റ്സ് വെരി ഈസി ടു ഡു. ദിസ് ഇസ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു.
നിങ്ങൾ ഈ ചെയ്യുന്ന ഒരു 5, എന്റെ എസ്പെഷ്യലി എന്റെ പോലത്തെ ഏരിയാസിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് റിലേറ്റഡ് ഫീൽഡ്സിൽ ഒരു 5-6 കമ്പനീസിന്റെ JD തുറക്കുക. ആൻഡ് ഞാൻ നൈസ് ആയിട്ട് അവരെ സെന്റൻസസ് തന്നെ ഞാൻ ബോറോ ചെയ്യാറുണ്ട്. ഐ ബോറോ ദെയർ ഗുഡ് സെന്റൻസസ്. ഇത്രയും നല്ല സെന്റൻസസ് ബോറോ ചെയ്യും. ഞാനത് എന്റെ പ്രൊഫൈലിനകത്ത് ഇടും, എന്റെ CVക്കകത്ത് ഞാൻ ഇടും. അത് വെച്ച് ഞാൻ അപ്ലൈ. ബിക്കോസ് അവരെല്ലാം നോക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഈ ഒരു ഡിസൈഡ് സ്കിൽസ് ഉണ്ട്. സോ ഒരു 200-300 പ്രൊഫൈൽസ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ 200-300 CV കിട്ടുമ്പോൾ അവരെ ജോബ് ഡിസ്ക്രിപ്ഷനും നിങ്ങളുടെ കീവേഡ്സും കൂടെ മാച്ച് ചെയ്യുക ചെയ്യും. അപ്പൊ നിങ്ങളത് അവരെ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് അത് എത്രത്തോളം നിങ്ങളുടെ പ്രൊഫൈൽ മാറ്റുന്നു, ദ ചാൻസസ് ഓഫ് യു ഗെറ്റിംഗ് ഇൻ ടു ദ ഫസ്റ്റ് റൗണ്ട്, അല്ലെങ്കിൽ അവരെ വിളിക്കുന്ന ചാൻസസ് കൂടുതലാണ്. പക്ഷെ അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം നിങ്ങളുടെ സ്കിൽസ് ആണ്. കാരണം API, ഇപ്പൊ ഈവൻ ഫസ്റ്റ് API ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് ഇതിനകത്ത് ഇട്ടിട്ട് അവിടെ ചെന്നിരുന്ന് അവരെന്താന്ന് ചോദിച്ചാൽ അറിയില്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇടുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കണം. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കാര്യം. സോ ദിസ് ഇസ് ഹൗ യു ഇത്. അപ്പൊ ജോബ്സ് ആണെങ്കിലും നേരെ പോവുക, ജോബിൽ പോവുക. ജോബ്സ് എടുക്കാൻ വളരെ എളുപ്പം. ജോബ്സിൽ പോവുക, നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. യു ക്യാൻ സെർച്ച് ബൈ ടൈറ്റിൽ, യു ക്യാൻ സെർച്ച് ബൈ സ്കിൽ, ഓർ ബൈ കമ്പനി യു ക്യാൻ സെർച്ച്. അതും യു ക്യാൻ, ഇപ്പൊ ബാംഗ്ലൂർ ബേസ്ഡ് ആണോ, ഹൈദരാബാദോ, കേരള ബേസ്ഡോ, എങ്ങനെ വേണോ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഓരോന്ന് എല്ലാ കാര്യങ്ങളും കാണും, അതിനകത്ത് ഡീറ്റെയിൽസും കാണും. നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. സോ ഒരു എക്സാമ്പിളും കൊടുക്കുകയാണെങ്കിൽ, ഈ ഒരു കമ്പനി എടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഈസിലി അപ്ലൈ ചെയ്യാം. ഓർ യു ക്യാൻ, വാട്ട് ഡു യു എക്സ്പെക്ട്, എത്ര ഇയേഴ്സ് ഓഫ് റെലവന്റ് എക്സ്പീരിയൻസ് ആണ്, വാട്ട് ആർ യു ഗോയിങ് ടു വർക്ക് ഓൺ എന്നെല്ലാം ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെ GTM. അപ്പൊ ഇതൊക്കെ സ്ഥിരം എന്റെ റെസ്യൂമേയിൽ ഞാൻ ഇടുന്ന കുറച്ച് ടേംസ്. അപ്പൊ ഈ ടേംസ് ഒക്കെ റെസ്യൂമേക്കകത്ത് അപ്ലൈ ചെയ്യാം. യു വിൽ ഗെറ്റ് നോട്ടിസ്ഡ്. അവരെ JDക്ക് അനുസരിച്ചാണ് യുവർ പ്രൊഫൈലെങ്കിൽ യു വിൽ ഗെറ്റ് നോട്ടിസ്ഡ്. ബാക്കി നിങ്ങളുടെ സ്കിൽസ് അനുസരിച്ചിരിക്കും ഹൗ ഡു യു പ്രസന്റ് യുവർ സെൽഫ് ഇൻ യുവർ ഇന്റർവ്യൂ. പിന്നെ ചേട്ടന് ഏതെങ്കിലും കമ്പനിയിൽ ഇതുപോലെ ലിങ്ക്ഡിൻ വഴി കയറിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഞാൻ ലിങ്ക്ഡിൻ വഴി കമ്പനീസിനകത്ത് വർക്ക് ചെയ്യാൻ കയറിയിട്ടില്ല. പക്ഷെ ഞാൻ അപ്പോ ഇതിനകത്ത് ഞാൻ ലാസ്റ്റ് കയറിയ, അതായത് ഈ ഒരു മാർക്കറ്റിംഗ്. സോ ഇത് AVA ചോലയിൽ എന്ന് പറഞ്ഞ മെഡിമിക്സിന്റെ പാരന്റ് കമ്പനിയാണ്. അപ്പോൾ അത് ഞാൻ എന്റെ ഇന്റേൺഷിപ്പ് ചെയ്തതും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഈ കേലോ ടെക് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഞാൻ കയറിയതും ലിങ്ക്ഡിൻ വഴി. ഇത് എന്റെ ഞാൻ IMT-യിൽ, അതായത് എന്റെ MBAക്ക് പഠിച്ച കോളേജിലെ അലുമിനൈസിന്റെ കമ്പനി ആയിരുന്നു. സോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ അവർക്കൊരു മെസ്സേജ് അയച്ചു ലിങ്ക്ഡിനിൽ. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇൻട്രസ്റ്റഡ് ഇൻ ഈ ഒരു ഇന്റേൺഷിപ്പ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, എന്റെ റെസ്യൂമെ ഇതിനകത്തുണ്ട്, ആൻഡ് ഐ തിങ്ക് ഐ ക്യാൻ ബി യൂസ്ഫുൾ എന്ന് പറഞ്ഞു. ആൻഡ് ഞാൻ റെസ്യൂമേക്കകത്ത് തന്നെ ഞാൻ പണ്ട് ചെയ്ത IEEE ചെയ്ത ആക്ടിവിറ്റീസും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ഞാൻ ഹൈലൈറ്റ് ചെയ്തിരുന്നു. ആൻഡ് അവര് പിന്നെ എന്നെ വിളിച്ചു, നമ്മളൊന്ന് സംസാരിച്ചു, തീർന്നു. അതായിരുന്നു ഒരു കാര്യം. പക്ഷെ AVA ചോലയിൽ വാസ് ഒരു ഗുഡ് ഗ്രാസ്പ്. അപ്പൊ ഞാൻ ഇന്റേൺഷിപ്പ് നോക്കിയിരുന്ന സമയത്ത് ഐ വാണ്ടഡ് ടു വർക്ക് ഇൻ ഇന്ത്യയിൽ എവിടെയെങ്കിലും ചെയ്യണമായിരുന്നു. അപ്പൊ ഞാൻ അവരെ AVA ഗ്രൂപ്പിനകത്ത് ഞാൻ കയറി. ആൻഡ് ദെൻ ഐ സോ മലയാളി. അപ്പോൾ അത് എനിക്കിപ്പോഴും രസമുള്ളൊരു കാര്യം. ഞാൻ AVA ഗ്രൂപ്പിനകത്ത് കയറി, ഐ സ്റ്റാർട്ടഡ് സെർച്ചിങ് അറൌണ്ട് ഫോർ മാർക്കറ്റിംഗ് പീപ്പിൾ. അപ്പൊ അതിനകത്ത് ദർ ഇസ് ദിസ് പേഴ്സൺ, ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആൻഡ് ഹി വാസ് അവിടുത്തെ അസിസ്റ്റന്റ് ബ്രാൻഡ് മാനേജർ ആയിരുന്നു. ഹി വാസ് ഫ്രം തിരുവനന്തപുരം. പഠിച്ചത് ലോയോള എന്ന് പറയുന്ന ഒരു കോളേജിലാണ്, സ്കൂളിലാണ്. ആൻഡ് ഏഷ്യൻ സ്കൂൾ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞൊരു ബിസിനസ് സ്കൂളിലാണ് പഠിച്ചത് തിരുവനന്തപുരത്തെ. ആൻഡ് ദെൻ ഹി വാസ് വർക്കിംഗ് ഇൻ ചെന്നൈ. ലുക്ക്, അപ്പൊ ഞാൻ അന്ന് ഐ വാസ് അറൌണ്ട് 23, ഹി വാസ് 25, 27 ആ ഒരു ഏജ് ആയിരുന്നു. അപ്പോ ഐ തോട്ട് കാണുമ്പോൾ ഒരു നൈസ് ചേട്ടനാന്ന് വിചാരിച്ച് ഞാൻ ഡയറക്റ്റ് മെസ്സേജ് അയച്ചു. ഞാൻ IMT ഗാസിയാബാദാണ്, ആൻഡ് ഞാനിങ്ങനെ ഇന്റേൺഷിപ്പിന് നോക്കുവാണ്. ആൻഡ് മെഡിമിക്സിന്റെ പരസ്യങ്ങളൊക്കെ നല്ല രസമാണ് പണ്ട് മുതലേ. ഫണ്ണാണ് കുറച്ച് എന്നൊക്കെ ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു. അത്ര ഫണ്ണല്ലായിരുന്നെങ്കിലും ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആക്ടിവിറ്റീസ് ആർ നൈസ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ട്രിവാൻഡ്രത്തിൽ നിന്നാണ് കണ്ടപ്പോഴാണ് ഞാൻ മെസ്സേജ് അയച്ചത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പണിങ്സ് ഉണ്ടോ, ആൻഡ് ഐ ക്യാൻ ബി യൂസ്ഫുൾ എന്ന് പറഞ്ഞു. ആൻഡ് ദെൻ ഹി ടോൾഡ് മീ, നിങ്ങൾ എന്താ ചെയ്യുന്നത്, വർക്ക് എന്തൊക്കെയാ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കാൻ പറഞ്ഞു. റെസ്യൂമെ അയച്ചു. ഒരു ദിവസം മൂപ്പർ എന്നെ കോണ്ടാക്ട് ചെയ്തു. ആൻഡ് ബാക്കിയെല്ലാം ആക്ച്വലി ഇവിടെ ലിങ്ക്ഡിൻ തീരും. സോ ദാറ്റ്സ് വെയർ ലിങ്ക്ഡിൻ ഹെൽപ്സ് യു ഫൈൻഡിങ് പീപ്പിൾ നിയർ യുവർ ഹോം ടൗൺ. ആൻഡ് നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലത്തുള്ള, നിങ്ങൾക്ക് കോൺടാക്ട്സ് ഉള്ള ആൾക്കാരെ ഫൈൻഡ് ചെയ്തു. ബാക്കിയെല്ലാം നമ്മുടെ കയ്യിൽ അനുസരിച്ചിരിക്കും. സോ ഞാൻ അങ്ങേരെ അടുത്ത് സംസാരിച്ചു. ഞാൻ പിന്നെ തിരുവനന്തപുരത്തിന്റെ കാര്യം പറഞ്ഞു. അങ്ങേരെ അന്ന് ചെന്നൈയിലായിരുന്നു, ഞാൻ ഡൽഹിയിലായിരുന്നു. സോ ഫുഡ് മിസ്സാവുന്നുണ്ട്, അത് മിസ്സാവുന്നുണ്ട്, ഇത് മിസ്സാവുന്നുണ്ട്. ഒരു പേഴ്സണൽ ബോണ്ട് ഉണ്ടാക്കി. ദാറ്റ്സ് ഓൾ പേഴ്സണൽ. പക്ഷെ ഐ തിങ്ക് ദിസ് ഇസ് വെയർ ഇറ്റ് ക്യാൻ ഹെൽപ്പ് യു. അപ്പോൾ ഞാൻ അത്രേ ചെയ്തിട്ടുള്ളൂ വളരെ ഓണസ്റ്റ്ലി. അത് കഴിഞ്ഞിട്ട് ICICI കയറിയത് എന്റെ ക്യാമ്പസിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് അല്ലാണ്ട് എനിക്ക് പരിചയമുള്ള ഒരാൾ വഴിയാണ് ഞാൻ കോഡ് ഓഫ് ഡ്യൂട്ടി കയറിയത്. ഡയറക്റ്റ് ഇന്റർവ്യൂസ് ഒക്കെ ആയിരുന്നു. ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഗെറ്റ് എ ലോട്ട് ഓഫ് മെസ്സേജസ്. അപ്പൊ എനിക്ക് കുറച്ച് റിക്രൂട്ടേഴ്സ് തന്നെ അപ്രോച്ച് ചെയ്യാറുണ്ട് ലിങ്ക്ഡിൻ മെസ്സേജിംഗിൽ. താല്പര്യമുണ്ടോ, ആർ യു ലുക്കിംഗ് ഫോർ എ ജോബ് എന്നൊക്കെ പറഞ്ഞിട്ട്. ലൈക്ക് 1 year ബാക്ക്. പക്ഷെ റൈറ്റ് നോ എനിക്കൊന്നൊരു ക്രഞ്ച് നടക്കും. സോ ഐ ഡോണ്ട് ഗെറ്റ് യൂഷ്വലി. പക്ഷെ ഇഫ് യു മെയിൻറ്റെയിൻ എ ഗുഡ് പ്രൊഫൈൽ ആൻഡ് യു
talk a lot about what you do. So you marketing, Python developer, designer, you post a lot about the work that you do, you will get recruiters. Recruiters and attention, they'll come to you. So let's do that. Thank you. Yeah. Any other questions? So I guess there's no other questions. Okay. And a feedback form is shared in the chat box, so please make sure to fill it before you leave. And with this section, we have reached the end of the session. So I prolong this opportunity to thank all in making this event a resounding success, and especially our guest and resource person of the day, Gautam sir, really contributed the event in a clear and engaging way with obvious and immediate results. So thank you, sir, for having here. Thank you for inviting me. Thank you so much. Thank you, sir. And thank you again for all your cooperation. Thank you. After leaving the, after filling the form, you can leave. Yep. Thank you, guys. Thank you so much. Good night. Bye. Thank you, sir. Thank you, sir.